അനുഭവിക്കാൻ സാധിക്കുക, തുര്യബോധം അനുഭവിക്കാൻ സാധിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ അവിദ്യയിൽ കിടന്നുള്ളിലാണ്. എന്താണ് അവിദ്യ? ഈ കാണാവുന്ന പ്രപഞ്ച ദൃശ്യങ്ങളൊക്കെയാണ് സത്യം എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിൽ കിടന്ന് വട്ടപ്പാലം കറങ്ങണു. പക്ഷേ ഇനി വിദ്യയുടെ വഴി കൂടെ നമ്മൾ പോയി, വിദ്യയുടെ വഴി കൂടെ പോയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നല്ല സത്തും ബോധത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് വിദ്യ വഴി മാത്രമാണ്, എന്തല്ല, ലക്ഷ്യം അല്ല. ശരിക്കും നമ്മൾ ഒരു വഴി ഇങ്ങനെ നീളത്തിൽ കിടക്കേണ്ടതെന്ന് വിചാരിക്കും. ഈ നീളത്തിൽ കിടക്കുന്നതിൻ്റെ ഒരു ഭാഗം വിദ്യയും മറുഭാഗം അവിദ്യയാണ്. കാരണം ഒന്നിൽ നിന്ന് മുറിച്ച് മാറ്റാൻ പറ്റില്ല എന്നാണ് ഗുരു പറയുന്നത്. ശരിക്കുള്ള തുര്യബോധത്തിലേക്ക് എത്താൻ നമ്മൾ എന്ത് വേണം? വിദ്യയെയും അവിദ്യയെയും ഒരുപോലെ ഉപേക്ഷിക്കണം. ഇതാണ് ഒഴിവിലൊടുക്കത്തിലും അതുപോലെ തന്നെ രമണ മഹർഷിയൊക്കെ പറയുന്നൊരു സിദ്ധാന്തത, സദ്ദർശനം. ആ ദർശനത്തിലേക്ക് എത്താൻ നമ്മൾ എന്താ വേണ്ടേ? ആ ദർശനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉപാധികളെ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളൊരു കോണി വെച്ച് മുകളിലേക്ക് കയറി എന്ന് വിചാരിക്കും. കോണി നമ്മളെ മുകളിലെ നിലയിലെത്തിക്കുന്ന ഉപാധിയാണ്, വിദ്യയാണ്. പക്ഷെ മുകളിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഈ കോണിയുമ്പോൾ തന്നെ ഇരിക്കുമോ? എന്ത് വേണം? കോണിയുമെന്ന് ഇറങ്ങി നമ്മൾ എത്തേണ്ട അടുത്ത് ചെല്ലണം. അപ്പോൾ ഇത് രണ്ടിനും നമ്മൾ അതാ വിദ്യയാണ്, അത് തൊട്ടുകൂടാന്നൊന്നും വിചാരിക്കേണ്ട. രണ്ടും എന്തിലേക്ക് നമ്മൾ എത്തിക്കും? അവിദ്യ ഉണ്ടെങ്കിലേ നമുക്കവിടെ എന്ത് പറ്റുള്ളൂ? വിദ്യയെക്കുറിച്ച് അറിയാൻ പറ്റും, അല്ലേ? നമുക്കിതൊക്കെ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ പ്രപഞ്ചം ഉണ്ട് എന്നുള്ള അവിദ്യ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് അങ്ങോട്ട് എത്താട്ടോ, ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ പ്രപഞ്ചം നമ്മളിങ്ങനെ കാണുന്നു, നമ്മുടെ ചുറ്റും പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ ആ കാണുന്നുണ്ട് എന്നുള്ള അവിദ്യ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തിനെക്കുറിച്ച് ചിന്തിക്കൂ? ഇതൊക്കെ നേരാണോ? ഇതൊക്കെ സ്ഥിരമാണോ? ഇതൊക്കെ എന്നെ സുഖിയാക്കുന്നുണ്ടോ എന്നുള്ള വിദ്യാരൂപേണയുള്ള ചിന്ത വരണമെങ്കിൽ എന്ത് വേണം? അവിദ്യ വേണം. അപ്പോൾ അവിദ്യയാകുന്ന മുള്ള് വിദ്യയാകുന്ന മുള്ളുകൊണ്ട് എടുത്ത് മാറ്റിയാൽ രണ്ട് മുള്ളുകളും നമ്മൾ ഉപേക്ഷിക്കുന്ന പോലെ നമ്മൾ എവിടെ ചെല്ലും? ഈ പറയുന്ന തുര്യബോധത്തിൽ എത്തും. തുര്യബോധത്തിൽ സാക്ഷിയുമില്ല. സുഷുപ്തിയിലേ സാക്ഷിയുള്ളൂ. ഞാൻ നന്നായിട്ട് ഉറങ്ങി എന്നറിയുന്ന സാക്ഷി തുര്യബോധത്തിലേ ഉള്ളൂ. സുഷുപ്തിയിലേ ഉള്ളൂ. സുഷുപ്തിയുടെ അപ്പുറത്ത് നിൽക്കുന്ന തുര്യബോധത്തിൽ സാക്ഷി മാത്രമേ ഉള്ളൂ, അനുഭവം ഇല്ല. മനസ്സിലായോ? നമ്മൾ സുഖമായിട്ട് ഉറങ്ങി എന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? ഞാനും ഉണ്ട്, സുഖമായിട്ട് ഉറങ്ങി എന്നുള്ള അനുഭവവും ഉണ്ട്. പക്ഷെ തുര്യത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ സുഖമായിട്ട് ഉറങ്ങിയെന്നോ എഴുന്നേറ്റിരുന്നോ സ്വപ്നം കണ്ടുവെന്നോ ഓടിയെന്നോ ചാടിയെന്നോ എന്നുള്ള യാതൊരു അനുഭവവും എവിടെയില്ല, തുര്യത്തിൽ ഇല്ല. അവിടെ ആര് മാത്രം അവശേഷിക്കും? സാക്ഷി മാത്രം അവശേഷിക്കും. ആ ഒരു സത്യമുള്ളിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അകത്തേക്ക് കടന്നാൽ വേഗം കാര്യം മനസ്സിലാവും. ക്രിയ ഒരു കൂറ്, ഇത് അവിദ്യ. നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരു കുറി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ കുറി എന്നുള്ളത് ഗുരു ധാരാളമായിട്ട് അല്പോശത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു വാക്കാണ്. നമ്മൾ കഴിഞ്ഞ ദിവസവും ഒരു കുറി അത് ആര്യയാകും, ഒരു കുറി അനാര്യയാകും എന്നൊക്കെ ഇന്നലെ പറഞ്ഞു. ഇതൊരു കുറി അവിദ്യ. പിന്നെയോ കേവലം ചിന്മയി മറുകൂറിത് വിദ്യ. ചിന്മയായിട്ടുള്ളത് ആരാ? വിദ്യ. ചിന്മയി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ചിത് സ്വരൂപത്തിൽ ഉള്ളതാണ് ചിന്മയി. ചിത് സ്വരൂപത്തിലുള്ളത് വിദ്യ. അതായത് മായയുടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അതെന്തായി? അവിദ്യയായി. അകത്തേക്ക് കൊണ്ടുവരുന്നവൾ ആരാ? വിദ്യയാണ്. രണ്ടും ഒരു വഴിയാണ്. ഇതിൻ്റെ അറ്റം ഇങ്ങനെ നന്മയിലേക്ക് എത്തും, അതേ വഴി കുറച്ചങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ എവിടെ എത്തും? മായയിലേക്ക് എത്തും. അപ്പോൾ നമ്മുടെ മനസ്സ് ഇന്ദ്രിയദ്വാര പുറത്തേക്ക് ഓടുമ്പോൾ അത് എത്തുന്നത് അവിദ്യകളിൽ. ബുദ്ധിയിലൂടെ നമ്മുടെ മനസ്സ് ഉള്ളിലേക്ക് പോകുമ്പോഴോ അതെത്തുന്നത് വിദ്യയിൽ. പക്ഷേ ഈ എത്തിക്കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ട് ഉപാധികളെയും കളഞ്ഞ് തുര്യബോധത്തിൽ തന്നെ ഉറച്ച് നിൽക്കണം. ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് ആർക്കും ഇത് അനുഭവപ്പെട്ടിട്ടില്ല. ആരെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഇവിടെ വന്നിട്ട് പറയാം. നമ്മൾ എത്ര ശ്രമിച്ചാലും അനുഭവപ്പെടാത്തൊരു കാര്യമാണ് ഇത്. രണ്ടിനെയും
വിടുക എന്നുള്ളത്. വിദ്യയുടെ വഴിക്കൊക്കെ നമ്മൾ ചിന്തിച്ച് പോകും. പക്ഷെ ചിന്തിച്ച് പോയി കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ രണ്ടിനെയും വിട്ട് നമ്മൾ ആനന്ദ സമുദ്രത്തിൽ ആണ്ടുപോകുന്നൊരനുഭവം ഒരിക്കലും നമുക്കുണ്ടാകില്ല, ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷേ ശ്രമിച്ചാൽ പറ്റും എന്നാണ് ഗുരു നമ്മോട് പറയുന്നത്. എന്ത് വേണം? ഒരു ക്രിയ, ഒരു കുറി, ഒരു കൂറിത് അവിദ്യ. നമ്മൾ ചെയ്യുന്ന കർമ്മം ഒരു തരത്തിൽ അതെന്താകും? ഒരു വിധത്തിലത് അവിദ്യയാകും. കേവലം ചിന്മയി മറുകൂറിത് വിദ്യ. നമ്മൾ ചെയ്യുന്ന ചില കർമ്മങ്ങൾ ചിന്മയിയായിട്ടുള്ള വിദ്യയാകും. ഇത് രണ്ടും നമ്മളിൽ സംഭവിക്കാം. ചീത്ത കർമ്മം മാത്രം ചെയ്യുന്ന ഒരാളും ഉണ്ടാവില്ല, അയാളും നല്ല കർമ്മം ചെയ്യും. നല്ല കർമ്മം മാത്രം ചെയ്യുന്ന ഒരാളുണ്ടാവില്ല, അയാളും ചില ചീത്ത കർമ്മം ചെയ്യും. അപ്പോൾ വിദ്യയുടെയും അവിദ്യയുടെയും വഴി കർമ്മങ്ങളിലൂടെ ഓരോരോ സന്ദർഭത്തിൽ ഓരോന്നായിട്ട് നിൽക്കും. പിന്നെ മായയാലേ നിയതമിതിങ്ങനെ നിൽക്കിലും, മായ കൊണ്ടാണ് നമുക്കിത് രണ്ടും രണ്ടാണ് എന്ന് തോന്നുന്നത്. പിരിഞ്ഞ് അദ്വയ പരഭാവന, ഇത് രണ്ടും അല്ലാതെ അദ്വയം, അദ്വയം എന്ന് വെച്ചാൽ എന്താ? രണ്ടല്ലാത്ത പരഭാവന. പരഭാവന പരമാത്മ സത്തയുടെ ചിന്ത നമ്മെ ഏത് ബോധത്തിലേക്ക് എത്തിക്കും? തുര്യബോധത്തിലേക്ക് എത്തിക്കും. സാധാരണ നമുക്കുള്ള ജാഗ്രത് ബോധമുണ്ട്, സ്വപ്നബോധമുണ്ട്, സുഷുപ്തി ബോധമുണ്ട്. ഈ മൂന്നെണ്ണം മാത്രമാണ് നമ്മളെപ്പോലുള്ളവർക്കൊക്കെ പറഞ്ഞിട്ടുള്ളത്. തുര്യബോധം അത്രയും വലിയ യോഗീശ്വരന്മാരും സിദ്ധന്മാരൊക്കെ അനുഭവിക്കുന്ന മനസ്സിൻ്റെ ഒരു ഭാവമാണ്. ആ ബോധത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്തു വേണം? വിദ്യയുടെ വഴിയും അവിദ്യയുടെ വഴിയും, ഒരിക്കൽ വിദ്യയായിട്ട് തോന്നുന്നതും പിന്നെ ഒരിക്കൽ അവിദ്യയായിട്ട് തോന്നുന്നതുമായ രണ്ട് വഴികളെയും വിടണം. ആ അദ്വയ ഭാവന നമ്മുടെ മനസ്സിൽ നിന്ന് തന്നെ പോയാൽ മാത്രമാണ് ഏകം ആയിട്ടുള്ള ഈ തുര്യബോധത്തിൽ, ആനന്ദസാഗരത്തിൽ നമുക്ക് ചേരാനായിട്ട് സാധിക്കുക. ഇതിൽ കൂടുതൽ നമുക്കിതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് പുറത്തുള്ള ജീവിതവുമായിട്ടൊന്നും കൂടുതൽ ബന്ധപ്പെടുത്താൻ പറ്റില്ല. നമ്മുടെ അകത്ത് നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ, നമ്മളിത് വീണ്ടും വീണ്ടും വായിച്ച് മനനം ചെയ്യുമ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടി തെളിഞ്ഞ് ഇതനുഭവിക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ആശയം ഇതാണ്. ഒരു കൂറി അവിദ്യയായിട്ട് തോന്നുന്നു, വേറൊരു സന്ദർഭത്തിൽ അത് വിദ്യയായിട്ട് തോന്നും. വിദ്യ ചിന്മയിയാണ്, മറ്റേതോ മായാപ്രപഞ്ചത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ്. ഈ രണ്ട് വഴിയും ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമുക്ക് എവിടെ എത്തിച്ചേരാൻ സാധിക്കൂ. രണ്ടും പിരിഞ്ഞു പോകണം. എന്നിട്ടോ അദ്വയമായ ആ പരഭാവനയിൽ എത്തിയാലാണ് നമുക്ക് എന്തിന് സാധിക്കുക? തുര്യമായിട്ടുള്ള ബോധത്തിൽ എത്തിച്ചേരാൻ സാധിക്കുക. 73-ാമത്തെ ശ്ലോകം പിന്നെ വായിക്കും. ഒരു പൊരുളിങ്കലനേകമുണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായിതെല്ലാവരും അറിവില അതിഗോപനീയമാകും. ഈ പറഞ്ഞ ആശയം തന്നെ കുറച്ചും കൂടി ആവർത്തിച്ച് നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ച് തരികയാണ് ഗുരു. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് മുഴുവൻ ആവർത്തനാണ്, ഇത് മുഴുവൻ തത്വം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വേറെ ഒന്നും നമുക്കില്ലാത്ത ഒരു വിധത്തിൽ ആസ്വദിക്കാൻ പറ്റാത്ത വിധം ഉള്ളിലേക്ക് ഇങ്ങനെ ഉരുട്ടിയിരിക്കില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്ഷീരബല ആവർത്തിച്ച് ഇടുന്ന പോലുള്ള ഒരവസ്ഥയാണ്. അതുകൊണ്ട് കൂടുതൽ ശ്രദ്ധ വേണം ഇവിടെ. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്, അനേകം ഒരു പൊരുളിൽ ഒരർത്ഥവുമെന്ന ബുദ്ധിയാലെ അറിവിൽ അടങ്ങും അഭേദമായി ഇതെല്ലാം വരും അറിവീല അതിഗോപനീയമാകും. നാമത് ഗുരു ഉപയോഗിക്കുന്ന വാക്കുകളാണ്. കാര്യം മലയാള പദങ്ങളാണ്, വലിയ സംസ്കൃത പദമോ അല്ലെങ്കിൽ ദേവഭാഷയൊന്നും ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഈ പദങ്ങളിങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്കതിന് പിരിച്ചെടുത്ത് അർത്ഥബോധം ഉണ്ടാകാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ട്. അത് ക്ലേശിച്ച് തന്നെ ഇരിക്കണം, എന്നാലേ നമുക്കതിന് കഴിയും. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്. മനസ്സിലായല്ലോ?
ഒരേ ഒരു പൊരുളാണ് ഈ പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ളത്. അതിൽ നമുക്ക് എന്ത് പ്രതീതിയുണ്ട്? അനേകമെന്നുള്ള പ്രതീതി ഉണ്ടാകും. ഇനി അനേകം പൊരുളിൽ ഒരർത്ഥവും. അനേകം എവിടെ ഇരിക്കുന്നു? ഒരു പൊരുളിൽ. ഏകത്വത്തിൽ നാനാത്വം, നാനാത്വത്തിൽ ഏകത്വം. ഇതാണ് സംഭവം. ഈ കാര്യമാണ് പറയുന്നത്. ഒരു പൊരുളിൽ അനേകമുണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. പലതായിട്ട് കാണുന്നതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഒരു പൊരുളുണ്ട്. ഈ ഒരു പൊരുൾ തന്നെയാണ് പലതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നതും. ഏകദേശം മനസ്സിലായോ? ഒരു പൊരുളേ സത്യത്തിലുള്ളൂ. ഈ ഒരു പൊരുളിൽ തന്നെയാണ് നമ്മൾ നാനാവിധത്തിൽ കാണുന്നതായ ഈ പ്രപഞ്ച പ്രതീതി. ഈ നാനാവിധത്തിൽ കാണുന്ന പ്രപഞ്ച പ്രതീതിയിൽ തന്നെയാണ് ഒരു പൊരുളും. ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ നമ്മൾ സാധാരണ ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ നാനാത്വത്തിൽ ഏകത്വമാണ് എന്ന് പറയും, അല്ലെങ്കിൽ ഏകത്വത്തിൽ നാനാത്വമാണ്. ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. പലതായിട്ട് കാണുമ്പോൾ നമ്മൾ എന്ത് ചിന്തിക്കണം? ഇതിൻ്റെ എല്ലാ അടിസ്ഥാനം ഒന്നാണ്, ഒരു എനർജിയാണെന്ന് മനസ്സിലാക്കണം. ഒരു എനർജിയെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്തറിയണം? ഇത് തന്നെയാണ് പലതായിട്ട് നമ്മളെ ഭ്രമിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഇത് രണ്ടും മനസ്സിലാക്കിയാൽ പ്രശ്നം തീർന്നു. എന്താ കാരണം? ഒന്ന് എന്ന് നമ്മൾ അറിഞ്ഞാലും അനുഭവപ്പെടുന്നത് പലതാണ്. പലത് എന്നറിഞ്ഞാലും സത്യത്തിൽ അതെന്താണ് എന്ന് അനുഭവപ്പെടണം, ഒന്നാണ് എന്ന് അനുഭവപ്പെടണം. ആദ്യം പറഞ്ഞത് നമുക്കൊക്കെ ഉണ്ട്. ഏത്? പലത് എന്നത്. നമുക്ക് ഇല്ലാത്ത എന്താണ്? ഒന്ന് എന്നത്. ഇത് രണ്ട് വിധത്തിലും നമ്മൾ അനുഭവിക്കണം, അല്ലെങ്കിൽ നമ്മൾ അറിയണം. ഏത്? പലത് ഒന്നാണെന്നും ഒന്ന് പലതാണെന്നും. ഓക്കെ. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവും. അനേകം പൊരുളിൽ ഒരർത്ഥം എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? അനേകമായിട്ട് കാണുന്നത് ഒരു പൊരുളിൻ്റെ തന്നെ അർത്ഥമാണ്. വെച്ചാൽ നാനാർത്ഥങ്ങളാണ്. നമ്മൾ പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാനാർത്ഥം പഠിക്കില്ലേ? ഒരു വാക്കിന് തന്നെ പല അർത്ഥങ്ങളുള്ള നമ്മൾ പഠിക്കും. അതുപോലുള്ളൊരു നാനാർത്ഥങ്ങളാണ് ഈ കാണുന്നതൊക്കെ. അതിൻ്റെ ഉള്ളിലുള്ളത് ഒരു പൊരുൾ മാത്രമാണ് എന്ന ബുദ്ധിയാലേ, ആ ബുദ്ധി കൊണ്ട് വേണം നമുക്ക് എവിടെ ചെന്നെത്താൻ? സത്യത്തിലേക്ക് ചെന്നെത്താനായിട്ട്. അറിവിൽ അടങ്ങും അഭേദമായി. ഇതെല്ലാം തന്നെ എവിടെ വന്നു ചേരും? ഒന്നായിട്ട് കണ്ടതും പലതായിട്ട് കണ്ടതും ഒക്കെ തന്നെ എവിടെ എത്തും? അറിവിൽ അടങ്ങും. അതായത് ഗുരുവിടെ അറിവ് എന്ന് ഉപയോഗിക്കുന്ന വാക്ക് പരമാത്മാവ് അഥവാ ബ്രഹ്മം. ഗുരു അങ്ങനെയുള്ള സാങ്കേതിക പദങ്ങൾ ഇവിടെ പ്രയോഗിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. വിജ്ഞാനം ബ്രഹ്മ എന്നതിലെ ആ ജ്ഞാനത്തെയാണ് ഗുരു ബ്രഹ്മത്തിന് പകരമായിട്ട്, ബ്രഹ്മപദത്തിന് പകരമായിട്ട് അറിവ് എന്ന് ഉപയോഗിച്ചതല്ലാതെ ഭൗതികമായിട്ടുള്ള നോളജ് അല്ല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. ഈ ഭൂവിൽ എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി. ഇതെല്ലാവരും അറിവില്ല. എന്താ കുഴപ്പം? ഇതെല്ലാവർക്കും അറിയാൻ സാധിക്കില്ല. എന്തുകൊണ്ടറിയാൻ സാധിക്കില്ല? അതിഗോപനീയമാകും. ഇത് വളരെ നിഗൂഢമായിട്ടുള്ള രഹസ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റിയ സാധനമല്ല. അത് വളരെ വളരെ രഹസ്യമായിട്ടും വളരെ നിഗൂഢമായിട്ടും വളരെ വ്രതത്തോടു കൂടിയും തപസ്സോടു കൂടിയും ഇരിക്കുന്ന ഒരു മനസ്സിന് മാത്രമേ ആത്മവിദ്യ പകർന്നു കൊടുക്കാൻ പറ്റൂ. നമ്മൾ പഠിക്കുന്ന കമ്പ്യൂട്ടർമാരെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം പോലെയോ പഠിക്കാൻ പറ്റിയതല്ല. ഇത് പലരും അറിയുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ഇത് അതിഗോപനീയമായിട്ടുള്ള ഒരു വിദ്യയാണ്. അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണ്. ഇത്രയും അതിഗോപനീയം എന്ന് ഗുരു തന്നെ വിശേഷിപ്പിച്ച വിദ്യ നമ്മൾ ഈ ഗുരുസന്നിധിയിലിരുന്ന് ഉൾക്കൊള്ളുന്നു. അപ്പം അത് നമ്മളൊക്കെ സുഹൃതം ചെയ്തവരാ. പോയ ജന്മത്തിൽ ചെയ്ത ഏതോ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് നമുക്കിവിടെ ഒരുമിച്ചിരുന്ന് ഇത് പഠിക്കാനായിട്ട് പറ്റിയത്. അതെ, എനിക്കെന്തോ ഗുരുവിൻ്റെ ഒരു വലിയ അനുഗ്രഹമുണ്ട്.
അതുകൊണ്ടാണ് ഇതൊക്കെ പറയാനായിട്ട് ഒരു അർഹതയില്ലാത്ത വെച്ചാൽ ഞാൻ വെറുതെ പറയല്ല. നിങ്ങളെപ്പോലൊരു ഗൃഹസ്ഥാശ്രമത്തിലും അതിൻ്റെ ജോലികളും അതിൻ്റെ ഇതിലൊക്കെ ആയിട്ട് കിടന്ന് ഉഴന്ന് നടക്കുന്ന ഒരു ജീവ ആത്മാവാണ്. അപ്പോൾ ഗുരു ഇത് ഇത്രയും വലിയൊരു നിയോഗം എന്നെ ഏൽപ്പിച്ചു, അതുപോലൊരു നിയോഗം നിങ്ങളെ ഏൽപ്പിച്ചു. അതുകൊണ്ട് എനിക്കും നിങ്ങൾക്കും ഇവിടെ ഇരുന്ന് അതിഗോപനീയമായ ഈ വിദ്യ അറിയാൻ സാധിച്ചു. അപ്പോൾ ഇത് നിങ്ങൾക്ക് സ്ട്രെയിനായിട്ട് തോന്നുന്നുണ്ടാകും, എനിക്കും സ്ട്രെയിനായിട്ട് തോന്നിയിട്ടുള്ളൊരു കാര്യം. കാരണം ഇതിങ്ങനെ തുളച്ചിങ്ങനെ പറയില്ലേ, സൂചി പോലെ. എപ്പോഴും പറയും നിങ്ങൾ ആത്മവിദ്യ പഠിക്കണമെങ്കിൽ കുശാഗ്ര ബുദ്ധിയായിരിക്കണം എന്നാണ് പറയാം. പരന്ന ബുദ്ധിയുള്ളവർക്ക് ആത്മവിദ്യ പഠിക്കാൻ പറ്റില്ല. എന്താ കുശാഗ്രം എന്ന് പറഞ്ഞാൽ? കുശപ്പുല്ലിൻ്റെ അറ്റം സൂചിയുടെ തുമ്പ് പോലെ നിൽക്കും. നമ്മൾ നൂല് കോർത്ത് തുന്നുന്ന സൂചിയില്ല, അതിൻ്റെ തുമ്പ് പോലെയാണത്രേ കുശപ്പുല്ലിൻ്റെ തുമ്പ് നിൽക്കുക. ആ കുശപ്പുല്ലിൻ്റെ തുമ്പ് പോലെ നമ്മുടെ ബുദ്ധിയെ ഏകാഗ്രതപ്പെടുത്തി മൂർച്ചയുള്ളതാക്കി ഇങ്ങനെ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ അറിവിൻ്റെ മുത്തുകളെ അതിലെങ്ങനെ കോർത്തെടുക്കാൻ പറ്റൂ. ആ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാനാണ് നമ്മൾ ആദ്യം ഒരു പ്രാർത്ഥന, പിന്നെ ഒരു സമർപ്പണം. കാരണം ഇത് വെറുതെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യലല്ല എന്ന് ഞാൻ വീണ്ടും പറയുന്നു. ഇത് അതിഗോപനീയമായ വിദ്യയാണ്. അത് ഗുരു തന്നെ നമ്മളോട് പറഞ്ഞല്ലോ. ഇങ്ങനെയൊക്കെയാണ് അനേകത്തിലേകം ഏകത്തിലനേകം. പക്ഷേ ഇതാരും അറിയുന്നില്ല, പലരും അറിയുന്നില്ല. അറിയാതിരിക്കാൻ കാരണം എന്താ? അതിഗോപനീയമായ വിദ്യയാണ്. അതിനൊരു ഈശ്വരാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ഗുരുവിൻ്റെ ഒരു അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ വിദ്യ അറിയാനായിട്ട് പറ്റൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുക, എത്രയോ പേര് ഈ പരിസരത്തിലുണ്ട്, എത്രയോ പേര് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. എന്നിട്ടും ഇത്രയും പേർക്ക് ഇവിടെ വരാൻ തോന്നിയത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ്. ജോലി സ്ഥലത്തു നിന്നൊക്കെ ബാഗും കൊണ്ട് ഓടി വരുന്നവരൊക്കെ ഉണ്ട്. കുറേ ദൂരെ നിന്ന് 2 ട്രെയിനൊക്കെ മാറി കയറി വരുന്നവരുണ്ട്. ഇത്രയെങ്കിലും പേർക്ക് ഇവിടെ വരാൻ തോന്നുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് ഗുരുവിൻ്റെ കടാക്ഷം സത്യമായിട്ടും കൂടുതലുള്ളതുകൊണ്ട്. അതുകൊണ്ടാണ് ഗോപനീയമായ, ഗോപനീയം എന്ന് പറഞ്ഞാൽ അതിനിടുകൂടെന്ന് മാത്രമല്ല, ദിവ്യവുമായിട്ടുള്ള ഈ വിദ്യ നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇനി അറിവിൻ്റെ ഒരു പൊരി മാത്രമാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്ക് ഇടുന്നത്, എൻ്റെ ഉള്ളിലേക്കും. ഈ തീപ്പൊരിയെ അവിടെ ഇട്ട് ഊതിത്തിളക്കി ഭൗതിക ദുഃഖങ്ങളെ മുഴുവൻ എരിച്ചു കളയുന്ന ഒരു അഗ്നി, ഒരു ആത്മാഗ്നിയായിട്ട് ജ്വലിപ്പിച്ചെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. അതിന് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് 74-ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. പൊടിയൊരു പൂവിൽ അസംഖ്യം അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവ്, ഇതിനില്ല ഭിന്ന ഭാവം. ജഡമരുന്നതുപോലെ ചിത്തിലും ചിത്തുടലിലും ഇതിനാൽ ഇതോർക്കിലേകം. നേരത്തെ പറഞ്ഞ കാര്യത്തെ ഒരു നല്ല ഉപമ പറഞ്ഞുകൊണ്ട് ഗുരു ഇവിടെ നമുക്ക് വിശദമാക്കിയിട്ട് തരികയാണ്. ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി, നമ്മുടെ ധാരണ എന്താ? നല്ല ഉറപ്പാണ് അല്ലേ? നല്ല ഉറച്ചൊരു ഭൂമിയിലാണ് ഞാൻ ചവിട്ടി നിൽക്കുന്നത്. പക്ഷേ ഭൂമി ഒന്ന് കിളച്ച് മറിച്ച് നോക്കിയേ. സിമൻറ്റ് പോലെ, കോൺക്രീറ്റ് പോലൊരു സാധനമാണോ അത്? പാറ പോലെയാണോ? അല്ല. അതെങ്ങനെയാണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നത്? ഓരോ തരിയായിട്ട്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ അറിയുന്ന ഒരു കാര്യം അത്. കാരണം ഒരു പൊടിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു, ഇടയ്ക്കിടയ്ക്ക് നല്ല തൊണ്ടവലിവാണ്, ഇടയ്ക്ക് നല്ല ഫ്ലോ കിട്ടുന്നുണ്ട്, ഇടയ്ക്ക് വീണ്ടും അത് പോകുന്നുണ്ട്. അല്ല, അവിടെ വരുന്നില്ല, പക്ഷെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നു, നിങ്ങൾക്കും ഫീൽ ചെയ്യുന്നുണ്ടാവും. കാരണം ഈ ശബ്ദമാണല്ലോ പുറത്തേക്ക് വരുന്നത്. പോട്ടെ. പൊടിയൊരു ഭൂവിൽ അസഖ്യം, ആ പൊടിക്കുള്ളിൽ പെടുമൊരു ഭൂവിതിനില്ല ഭിന്നഭാവം. ആ ഒരു കാര്യം ആലോചിക്കുക. ഇത്രയും വലിയൊരു ഭൂമി, നമ്മളിത് കറങ്ങുന്നത് പോലും അറിയുന്നില്ല. സാങ്കല്പികമായൊരു അച്ചുതണ്ടിൽ സ്വയം കറങ്ങിക്കൊണ്ടാണ് ഇത് ഭൂമിയെ വലം വയ്ക്കുന്നത്. ഈ കറങ്ങൽ പോലും
നമ്മൾ അനുഭവിക്കുന്നില്ല. നമ്മൾ കാലം ഉറപ്പിച്ച ഈ ഭൂമിയിൽ ചവിട്ടുന്നത്. അത് മാത്രമല്ല, ഈ പറയുന്ന സപ്തസാഗരങ്ങളൊക്കെ നിൽക്കുന്നത് ഈ ഭൂമിയിലാണ്. ശരിക്കും ഇതിൻ്റെ മറുപുറത്ത് കടലാണെങ്കിൽ എന്തേ കടൽ ഒഴുകി പോവാത്തതെന്നൊക്കെ നമ്മൾ വിചാരിക്കും. കാരണം ഭൂമിയുടെ നടുക്ക് ഒരു ആകർഷണ ശക്തിയുണ്ട്. ആ ഗ്രാവിറ്റി, അതിൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നത്. അങ്ങനെയുള്ള ഭൂമിയുടെ യഥാർത്ഥ ഘടന നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഭൂമിയല്ല, പൊടിയാണ്. അല്ലേ? ഇതൊന്നും നമ്മൾ ചിന്തിച്ചിട്ടില്ല. ഗുരു പറഞ്ഞു തരുന്നതിന് മുമ്പ് നമുക്കപ്പോൾ എന്തോ ഉറപ്പില്ല ചവിട്ടാൻ പറ്റിയ ഭൂമിയുമേ. കാരണം ഇതിൻ്റെ ശരിക്കുള്ള ഘടന ഇങ്ങനെയുള്ളൊരു ഖരവസ്തുവല്ല. ഖരം എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് നിൽക്കുന്നൊരു വസ്തുവല്ല. അതെന്താണ്? ഓരോരോ പൊടിയാണ്. ഈ പൊടിമ നമ്മളെങ്ങനെയാണ് നിൽക്കുക? എന്തുറപ്പിച്ചിട്ട് നമ്മൾ ഈ പൊടിമ ചവിട്ടി നിൽക്കുക? പക്ഷെ സത്യത്തിൽ ഈ പൊടിയൊക്കെ ചേർന്നതാണ് ഭൂമി. ഏതുപോലെ? പൊടികളായിട്ട് നിൽക്കുന്ന അനേകം ഒത്തുചേർന്ന് ഏകമായിട്ടുള്ളൊരു ഭൂമി ആയതുപോലെ പൊടികളായിട്ട് നിൽക്കുന്ന അനേക ദൃശ്യങ്ങളൊക്കെ ചേർന്ന് തന്നെയാണ് എന്താകുന്നത്? ബ്രഹ്മം ആകുന്നത്, അഥവാ ഏകമായിട്ടുള്ള പരമാത്മസത്ത ആകുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആശയം കുറേ കൂടി വ്യക്തമായോ? ഭൂമി ഏകമാണ് അല്ലേ? ആരെങ്കിലും അല്ല പറയുമോ? ഭൂമി ഏകമാണ്. പിന്നെ നമ്മളാണ് അതിനിവിടെ ഈ മലയുടെ അപ്പുറം ചൈനയാണ്, അല്ലെങ്കിൽ ഈ മലയുടെ അപ്പുറം പാകിസ്ഥാനാണ്, അതിൻ്റെ അപ്പുറത്ത് ഏഷ്യയാണ്, ഇപ്പുറത്ത് UK ആണ്, അപ്പുറത്ത് USA ആണെന്നൊക്കെ പറഞ്ഞ് ഇതിനെ തിരിച്ചു വെച്ചതാരാ? നമ്മളാ. സത്യത്തിൽ ഈ ഭൂമി ഒന്നാണ്, ഒരു സംശയവുമില്ല. ചില ഭാഗങ്ങൾ ഉയരം കൂടും, അപ്പോൾ നമ്മളതിനെ പർവ്വതം എന്ന് വിളിക്കും. ചില ഭാഗങ്ങൾ കുഴിയാകും, അപ്പോൾ അവിടെ വെള്ളം വന്ന് നിറഞ്ഞുണ്ടാവും, അതിനെ നമ്മൾ എന്ത് വിളിക്കും? സമുദ്രം എന്ന് വിളിക്കും. അത്ര വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഇത് ഒന്നാണ് ഈ ഭൂമി. ഒന്നാണ് ഈ ഭൂമി എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൻ്റെ അസ്തിത്വം പൊടി രൂപത്തിലായിരിക്കുന്നു? എണ്ണാൻ പറ്റും ഈ ഭൂമിയുടെ മണ്ണിൻ്റെ തരികളുടെ എണ്ണം? അങ്ങനെ നമ്മൾ ആലോചിക്കില്ലേ? ഇവിടെ നിന്ന് കുഴിച്ച് നേരെ അടിയിലേക്ക് ചെന്നാൽ നമ്മളെവിടെ എത്തും? അമേരിക്കയിലെത്തും. വിമാനത്തിലും കയറണ്ട, ഒന്നും കയറണ്ട, നേരെ കുഴിച്ചാൽ മതി. പക്ഷെ അങ്ങനെ നമുക്കാർക്കും സാധിക്കില്ല. എന്തുകൊണ്ടാണ് നേരെ കുഴിച്ചാൽ മതി എന്ന് പറയാൻ കാരണം, നമ്മൾ ഈ ഭൂമി കിളച്ചപ്പോൾ ഒരു കിണർ കുഴിക്കുകയാണെങ്കിൽ നമുക്കതറിയാൻ പറ്റും. കിണർ കുഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇങ്ങനെ മണ്ണെടുത്ത് പുറത്തേക്ക് കയറ്റുകയാണ്. ചിലപ്പോൾ വെട്ടുകല്ലോ, ചിലപ്പോൾ പാറയുണ്ടാവും. അത് അതിൻ്റെ തന്നെ ചില ഘടനാഭേദങ്ങളാണ്. അപ്പോൾ സത്യത്തിൽ എത്രയോ എണ്ണിത്തീരാത്തത്ര മൺതരികൾ കൂടിയിട്ടാണ് ഭൂമി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഭൂമിയെ രണ്ട് തലത്തിൽ നമുക്ക് കാണാം. വെറും പൊടിയായിട്ടും കാണാം, ഭൂമിയായിട്ടും കാണാം. രണ്ടും സത്യമല്ലേ? പൊടിയും സത്യമാണ്, ഭൂമിയും സത്യമാണ്. അതുപോലെ ഗുരു ഇവിടെ പറയാണ്, ചിത്ത് വേറെ ഉടൽ വേറെ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് രണ്ടും ഒരുമിച്ച് ചേർന്നതാണ് ഈ കാണുന്നത് മുഴുവൻ. നമ്മൾ വിചാരിക്കില്ല എന്തിനാ അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ആത്മബോധം വേറെ ജീവബോധം വേറെ എന്നൊക്കെ ആക്കിയിട്ട് നമ്മളിട്ട് ഈ നട്ടം കറക്കുന്നത് അല്ല. ആത്മബോധത്തിന് ഇരിക്കണമെങ്കിൽ എന്ത് വേണം? ജീവബോധം വേണം. ജീവബോധത്തിന് ഇരിക്കണമെങ്കിലോ ആത്മബോധം വേണം. ഏതുപോലെ? ഭൂമി ഒരേ സമയം ഭൂമിയും അതേ സമയം പൊടിയും ആയിരിക്കുന്ന പോലെ. ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം ക്ലിയർ ആയല്ലോ. ഗുരുവിന് മനസ്സിലാകുന്നുണ്ടേ നമ്മളൊന്നും അത്ര ആത്മജ്ഞാനമുള്ളവരൊന്നുമല്ല. അപ്പം ഇങ്ങനത്തൊക്കെ പറയുമ്പോൾ നമ്മളിങ്ങനെ ഞെരുങ്ങിപ്പോകുമെന്ന് അറിയാം. ആ ഞെരുങ്ങിപ്പോകലിൽ നിന്ന് നമ്മൾ കൊച്ചു കുട്ടികൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ പറയില്ലേ, മോനെ അത് അങ്ങനെയല്ല, ഇതൊന്നും ചിന്തിച്ച് നോക്കി, അതുപോലെ തന്നെയാണ് അതുമെന്ന് പറയുന്ന പോലെ ഗുരു നമുക്ക് പറഞ്ഞു തരിക. അത് ഏറ്റവും എന്താ പറയുക, നമ്മളെന്നെ ചിന്തിക്കുമ്പോൾ പേടി തോന്നുന്ന ഒരു ഉപമ. നമ്മൾ ഇത്രയും കെട്ടിടം, ഈ ഫ്ലാറ്റുകൾ മുഴുവൻ കോൺക്രീറ്റും മാർബിളും കെട്ടിപ്പൊക്കിയിട്ടുള്ളത് എവിടെയാ? പൊടിയിൽ. എപ്പോഴാ പൊടിയാവുക? അതൊരു പിടിയില്ല. കാരണം എന്താ? ഇതിൻ്റെ അധിഷ്ഠാനം തന്നെ പൊടിയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മളതൊക്കെ കെട്ടി അതിൽ സുഖമായിട്ട് നമ്മൾ ജീവിക്കണം? എന്തുകൊണ്ടാണ്? ഈ പൊടി തന്നെയാണ് ഭൂമി. പൊടിയായിട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് പേടിയാവും. ഇന്നിപ്പോൾ ചെന്നിട്ട് മുകളിൽ കയറുമ്പോൾ ആയിരിക്കും, ഈശ്വര ഇതൊക്കെ പൊടിയിലാണല്ലോ എന്ന്. അങ്ങനെ വിചാരിക്കേണ്ട. ഗുരു നമുക്ക് ഈ കാര്യം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പൊടിയാണത്, പക്ഷെ അതേസമയം എന്താണ്?
ഭൂമിയാണത്. നിങ്ങളീ കാണുന്ന പ്രപഞ്ചം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾ കാണുകയും കേൾക്കുകയും രുചിക്കുകയും മണക്കുകയൊക്കെ ചെയ്യുന്ന നാനാദൃശ്യങ്ങളുള്ള നാമരൂപാദികളാണ്. പക്ഷേ സത്യത്തിൽ ഈ നാമരൂപാദികൾ തന്നെയാണ് പരബ്രഹ്മമായിട്ട് പരമാത്മാവായിട്ട് ഇരിക്കുന്നതും. ഏതുപോലെ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ടുള്ള ഉദ്ദാലകം പറഞ്ഞു കൊടുത്ത് ഉപമ നോക്കിയാൽ മതി. എല്ലാ ആഭരണവും സ്വർണ്ണമായിരിക്കുന്നത് പോലെ. നമ്മളിപ്പോൾ ഒരു മാല ഉരുക്കി അതുകൊണ്ട് 2 വളയുണ്ടാക്കി. ആ മാല ദുഃഖിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കുകയോ, അയ്യോ മാല ചത്തേന്ന് പറയുമോ? ഇല്ല. മാല തന്നെയാണ് എന്തിൻ്റെ രൂപത്തിൽ വന്നത്? വളയുടെ രൂപത്തിൽ വന്നത്. അപ്പോൾ എന്തായാലും അതിലെ സ്വർണത്തിൻ്റെ ആ ഒരു കണ്ടൻ്റാണ് സത്യം. അതേസമയം സ്വർണത്തിൽ നമ്മൾ കാണുന്നത് ഏത് രൂപത്തിലാണ്? മാലയുടെ രൂപത്തിൽ, വളയുടെ രൂപത്തിൽ, ഇനി കൂടി വന്ന അതിൻ്റെ വേറൊരു ബിസ്ക്കറ്റിൻ്റെ രൂപത്തിൽ, കോയിൻ്റെ രൂപത്തിൽ, അങ്ങനെ നമുക്ക് നാമാതി രൂപങ്ങളില്ലാതെ നമുക്കൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ നാമാതി രൂപങ്ങളെ കാണുമ്പോൾ നമ്മൾ എന്തുറയ്ക്കണം? ഇതിനൊക്കെ അപ്പുറത്ത് ഇതിനെല്ലാം നിലനിർത്തുന്ന ഒരു അധിഷ്ഠാനം ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. കാരണം ഒരു കച്ചവടക്കാരൻ, ഒരു കഥ പറയും, ഒരു കച്ചവടക്കാരൻ ഒരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി. പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചില കഥകൾ നമ്മൾ കൂട്ടിച്ചേർത്ത് പറയുന്നത്. അപ്പോൾ ഗണപതിയുടെ ഭക്തനായിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം സ്വർണം മേടിച്ച് തട്ടാൻ്റെ അടുത്ത് കൊണ്ടുകൊടുത്ത് അതിനൊരു ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി തരാൻ പറഞ്ഞു. തട്ടാൻ ഗണപതിയുടെ വിഗ്രഹം ഉണ്ടാക്കി കൊടുത്തു. ഇയാളത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കാര്യമായിട്ട് പൂജയൊക്കെ ചെയ്ത് അങ്ങനെ പോകുന്ന കാലത്ത് ഇദ്ദേഹത്തിന് എല്ലാ ധനങ്ങളും നശിച്ചു അത്രേ. കച്ചവടമൊക്കെ നശിച്ചു. ഗണപതിനെ പൂജിച്ചുകൊണ്ടല്ല, നശിക്കേണ്ട സമയത്ത് നശിക്കുക. ആരെ പൂജിച്ചാലും കിട്ടേണ്ട സമയത്ത് കിട്ടും, ഞാൻ ആരെ പൂജിച്ചില്ലെങ്കിലും. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അപ്പോൾ ഇയാളുടെ എല്ലാം നശിച്ചപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? അവസാനം ഒരു നിവൃത്തിയില്ല, ഈ ഗണപതിയുടെ വിഗ്രഹം കൊണ്ട് വിൽക്കാം എന്ന് തീരുമാനിച്ചിട്ട് ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടുചെന്നു. സ്വർണ്ണക്കടയിൽ കൊണ്ടുചെന്നപ്പോൾ അവർ എന്ത് ചെയ്തു? ഈ ഗണപതിയുടെ വിഗ്രഹം ഉരുക്കിയിട്ട് അതിൻ്റെ മൊത്തം തൂക്കം പറഞ്ഞു. ഇത്ര തൂക്കമുണ്ട്, ഇത്ര ഗ്രാമുണ്ട്, അതിന് ഇത്ര വില തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അയ്യോ അത് ഗണപതിയുടെ വിഗ്രഹമാണ്, അതിന് ഈ വില കിട്ടിയാൽ പോരാ എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചവടക്കാരൻ പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നത് ഗണപതിയുടെ വിഗ്രഹമാണോ വേറെ എന്തെങ്കിലാണോ എന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല, അതിലെത്ര സ്വർണമുണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ മതിയെന്ന്. ഈ ഒരു കഥ മനസ്സിലാക്കിയാൽ ഈ തത്വം നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മളെ സ്വയം മൂല്യം കൽപ്പിക്കലല്ല വേണ്ടത്. ഇതിനെല്ലാം മൂല്യമായിട്ട് വർത്തിക്കുന്ന ഒരു മൂല്യസത്തയുണ്ട്. ആ മൂല്യസത്ത തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലിരുന്നു കൊണ്ട് നമ്മളെ മൂല്യമുള്ളവരാക്കി തീർക്കുന്നത്. നമ്മളും പൂർണ്ണമാണ്, അതും പൂർണ്ണമാണ്. ആ ഒരു വിശ്വാസം ഉണ്ടായാൽ മതി. അപ്പോൾ നമുക്കിനി എന്ത് കുറവുണ്ടെങ്കിലും നമ്മളത് ബാധിക്കില്ല. കാരണം എന്താ? ഞാൻ പൂർണ്ണമാണ്. ഏതുപോലെ? അതും പൂർണ്ണമായിരിക്കുന്നത് പോലെ. ഇത്രയും വലിയൊരു ഭൂമിയിൽ ഓരോ പൊടിയും എന്ത് പറയും? ഞാൻ ഭൂമിയെന്ന് പറഞ്ഞൂടെ? അവകാശപ്പെട്ടൂടെ? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടലിലെ ഓരോ തുള്ളി ജലത്തിനും ഞാൻ കടലാണ് എന്ന് അവകാശപ്പെടാകുന്നത് പോലെ പരസ്പരം ബന്ധമില്ലാതെ നിൽക്കുന്ന ഈ പൊടികളാണ് ഭൂമിയായിട്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ കളച്ച് മണ്ണ് മറച്ചിട്ടാൽ കയ്യിലിങ്ങനെ ഉലർന്നു പോരും. പിന്നെ നമ്മളതിനെ കൂട്ടണമെങ്കിൽ അതിൽ സിമെൻറ്റും സാധനങ്ങളൊക്കെ കൂട്ടിയാലേ അത് ഉറച്ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഇത് ഉലർന്ന് പരസ്പരം ബന്ധമില്ലാതെ തന്നെ കിടക്കുന്ന പൊടിയാണ് ഈ ഭൂമിയിലുള്ളത്. അതുകൊണ്ട് പൊടി ഭൂമിയിലിരിക്കുന്നു, ഭൂമി പൊടിയിലിരിക്കുന്നോ? എന്തുത്തരം പറയും? ഭൂമി പൊടിയിലാണോ, പൊടി ഭൂമിയിലാണോ? ആരുത്തരം പറയാൻ നോക്കട്ടെ. രണ്ടിലുമാണ്. പൊടി ഭൂമിയിലും ഇരിക്കുന്നു, ഭൂമി പൊടിയിലും ഇരിക്കുന്നു. ഏതുപോലെ? ഗുരു പിന്നെ പറയുന്നു, ജഡം അമരുന്നത് പോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങ് അതിനാൽ ഓർക്കിലേകം. ഗുരു ഒരു വലിയ തത്വം പറയുന്നത്. കാരണം ഈ അദ്വൈതമൊക്കെ പഠിപ്പിച്ച് പാരമാർത്ഥിക സത്ത മാത്രമാണ്. ശങ്കരാചാര്യർ അങ്ങനെയാണല്ലോ പറയുന്നത്. 3 സത്ത: പ്രാതിഭാസിക സത്ത, അതുപോലെ പാരമാർത്ഥിക സത്ത, സാംസാരിക സത്ത. അതായത് നമ്മൾ വ്യവഹരിക്കുന്ന ഈ സത്ത പരമാർത്ഥമായിട്ടുള്ളൊരു സത്ത,
പിന്നെ പ്രതിബിംബ ഭാവേന നമുക്ക് തോന്നുന്ന സത്ത. ഈ 3 സത്ത ഉണ്ടെന്ന് പറയുന്നത് 2 സത്തയെ നിഷേധിച്ചിട്ട് പാരമാർത്ഥിക സത്തയാണ് സത്യമെന്ന് പറയുന്നു. അതുകൊണ്ട് ഈ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളോ ജീവിതത്തിൻ്റെ ഇല്ലായ്മകളോ വല്ലായ്മകളോ ജാതിഭേദോ തൊഴിലില്ലായ്മയോ അവകാശ നിഷേധങ്ങളോ ഒന്നും ആരെ ബാധിച്ചിട്ടില്ല? ശങ്കരനെ ബാധിച്ചിട്ടില്ല. കാരണം അത് ശങ്കരൻ്റെ കുറ്റക്കുറവായിട്ട് പറയല്ല. അദ്ദേഹത്തെ സംബന്ധിച്ച ഏത് മാത്രമായിരുന്നു? ഭൂമി മാത്രമായിരുന്നു ശരി, അല്ലെങ്കിൽ സത്ത് മാത്രമായിരുന്നു, അല്ലെങ്കിൽ സത്ത് ചിത്ത് അത് മാത്രമായിരുന്നു സത്യം. ഉടലെ സാംസാരികമായിട്ടുള്ള സത്തയാണ്, അത് ഇന്നല്ലെങ്കിൽ നാളെ അഴുകിപ്പോകുന്നതാണ്. അതുകൊണ്ടായി അതിനെ മുഴുവൻ മായ ആക്കിയിട്ട് മാറ്റിവെച്ചു. പക്ഷെ ഗുരു ഒരിക്കലും ഉടലിനെ മായ മാത്രമായിട്ട് മാറ്റിയില്ല. എന്താ കാരണം? ഉടൽ എന്തിലമരുന്നു? ചിത്തിലമരുന്നു. ചിത്തോ ഉടലിൽ അമരുന്നു. കാരണം ജീവബോധമില്ലാതെ ആത്മബോധമില്ല, ആത്മബോധമില്ലാതെ ജീവബോധവും ഇല്ല. ഇത് രണ്ടും ചേർന്നിരിക്കുന്നതാണ്. ഏതുപോലെ? ആഭരണത്തിൽ സ്വർണം ഇരിക്കുന്ന പോലെ, പാത്രത്തിൽ മണ്ണ് ഇരിക്കുന്ന പോലെ, ആയുധത്തിൽ ഇരുമ്പ് ഇരിക്കുന്ന പോലെ. കുറച്ചങ്ങോട്ടൊന്ന് മെനക്കെട്ട് എത്താം. എത്തിയില്ലേ? എത്തിയെന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവരുടെയും മുഖത്തൊരു പ്രകാശമുണ്ട്. ജഡമമരുന്നത് പോലെ ചിത്തിലും ചിത്ത് ഉടലിലും ഇങ്ങ് ഇതിനാൽ ഓർക്കിലേകം. അതുകൊണ്ട് ഇതെല്ലാം ഓർത്താൽ എന്താണ്? ഏകമാണ്. അപ്പം അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട. ഇത്ര നാളും ആത്മബോധം ഉണ്ടായില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിട്ട് ആരും വിഷമിക്കേണ്ട. ഇനിയും ആത്മബോധം അറിഞ്ഞാൽ മതി. പക്ഷെ ജീവബോധത്തെ നിഷേധിക്കേണ്ട. ഇത് രണ്ടും തമ്മിൽ ചേർന്നിരിക്കുന്നു. ചിത്ത് ഉടലിലും ഉടല് ചിത്തിലും ചേർന്നിരിക്കുന്നു. ഏതുപോലെ? പൊടി ഭൂമിയിലും ഭൂമി പൊടിയിലും ചേർന്നിരിക്കുന്ന പോലെ. ഇനി 75ാമത്തെ ചൊല്ലിക്കൊള്ളുക. പ്രകൃതി ജലം തനുഫേനം ആഴി ആത്മാ അഹമഹമെന്നലയുന്നത് ഊർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്തുതാൻ താൻ നുകരുവതാം അമൃതായതിങ്ങൂനം. ഇവിടെ വീണ്ടും ഗുരു കടലിൻ്റെ ഉപമ കൊണ്ടുവരികയാണ്. ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഉപമയാണ് കടൽ. ആത്മോത്സവത്തിൽ തന്നെ ഇപ്പോൾ എത്ര പ്രാവശ്യമായി നമ്മൾ കടലിനെ കാണുന്നു. ദൈവദശകത്തിലുണ്ട് കടൽ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും മായയും നിൻ മഹിമയും നീയും എന്ന് ഉള്ളിലാകണം എന്ന കാര്യം എനിക്ക് ബോധ്യമാകണം. നമ്മൾ ഈ സമുദ്രത്തെ കാണുമ്പോൾ ഈ സമുദ്രത്തിൻ്റെ ഒറ്റ ഉപമ കൊണ്ട് ഈ പറഞ്ഞ സകല പ്രശ്നങ്ങളെയും നമുക്ക് കുരുക്കഴിച്ച് തരികയാണ് ഇവിടെ ഗുരു ചെയ്യുന്നത്. പ്രകൃതി ജലം, ഈ കാണാകുന്ന മൂലപ്രകൃതി. പ്രകൃതി എന്ന് പറഞ്ഞാൽ എന്താ? ബ്രഹ്മത്തെ മറച്ച് പലതായി അതിനെ തന്നെ വിന്യസിച്ച് നമ്മളെ ഭ്രമിപ്പിക്കുന്നവളാണ് പ്രകൃതി. ഇവിടെ മായ എന്നുള്ള അർത്ഥത്തിൽ തന്നെ. പ്രകൃതി ജലം തനു ഫേനം. തനു എന്ന് വെച്ചാൽ ശരീരം, ഫേൻ എന്ന് വെച്ചാലോ പത. ഈ തിരയിലുണ്ടാകുന്ന നുരയും പതയെന്ന് പറയില്ലേ, അതാണ് ഫേനം. ആഴി ആത്മാവ്. ആഴി എന്ന് വെച്ചാൽ ഇത് വ്യാഖ്യാനങ്ങൾ ഇതുപോലെ തന്നെ നമ്മളെ വളരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ. പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ ഈ ആഴിയെ വ്യാഖ്യാനിച്ചിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. കര എന്നാണ്. കര. എന്നിട്ട് കടലിൽ വീണവർ കരക്കിലെത്താനായിട്ട് പരിശ്രമിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കര എന്ന രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ ആഴി എന്നതിന് ഒരിടത്തും കര എന്ന് ഞാൻ അർത്ഥം കണ്ടിട്ടില്ല. ഞാൻ അർത്ഥം കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഒന്നും കാലിൻ്റെ പാദം തൊട്ട് നമസ്കരിക്കാനുള്ള യോഗ്യത പോലും ഇല്ല, അത്രയും പണ്ഡിതന്. പക്ഷെ ആഴി എന്ന് വെച്ചാൽ ആഴമുള്ളതെന്തോ അത് ആഴി എന്നാണ് ആ വാക്കിൻ്റെ നുരക്തം. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആഴിയെ നമുക്ക് കരയായിട്ട് പറയാൻ പറ്റില്ല. ആഴി ആത്മാവ്. ആഴിയാണിവിടെ ആത്മാവ്. അഹമഹം എന്ന് അലയുന്നത് ഊർമിജാലം. ഊർമി എന്ന് വെച്ചാൽ തിരമാല. ഊർമിജാലം എന്ന് വെച്ചാലോ തിരമാലകളുടെ കൂട്ടം.
ഇനി അകമലരാർന്ന അറിവൊക്കെ മുത്ത്. നമ്മുടെ അകത്ത് നമുക്കുണ്ടാകുന്ന അറിവെന്ന് പറഞ്ഞാൽ വേറെ പുറത്തുനിന്നുള്ള അറിവല്ല, നമ്മൾ പറയുന്ന ഈ അതറിവ് എന്താണ്? മുത്താണ്. താൻ നുകരുവത് ആ അമൃത് അതാ ഇങ്ങു നൂനം. താൻ നുകരുവതാം അമൃത്, ആ മുത്താകുന്ന താൻ നുകരുക എന്ന് വെച്ചാൽ എന്താ? താൻ ആസ്വദിക്കുന്ന അത് തന്നെയാണ് ആ അമൃത് എന്ന് നൂനം. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. പ്രകൃതി ജലം, പ്രകൃതിയായിട്ട് കാണുന്നത് എന്താണ്? നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു നോക്കാം. കാരണം എന്തായാലും ഇതിൻ്റെ അർത്ഥം നമുക്ക് ഗുരു ബോധ്യപ്പെടുത്തി തരും, ഒരു സംശയമില്ല. കാരണം എങ്ങനെയൊക്കെ കൺഫ്യൂഷൻ വന്നാലും പ്രകൃതി ജലം ഈ സത്യത്തെ മറച്ചു വയ്ക്കുന്നതാണ് പ്രകൃതി. നിങ്ങളെല്ലാവരും നമുക്ക് ഒരുമിച്ച് വേണം എൻ്റെ അർത്ഥം കണ്ടുപിടിക്കാനായിട്ട്. പ്രകൃതി സത്യത്തെ മറച്ചു വയ്ക്കുന്നവളാണ്. ഏത് സത്യത്തെ? ബ്രഹ്മം എന്ന സത്യത്തെ മറച്ചു വെച്ച് വേറെ പലതായി നമ്മളെ കാണിച്ച് ഭ്രമിപ്പിക്കുന്നവളാണ് പ്രകൃതി. ഇവിടെ പ്രകൃതി ജലമാണ് എന്ന് വെച്ചാൽ എന്താ? ഈ കടലിൽ നിറയെ കാണുന്ന ജലമാണ് പ്രകൃതി. ഇനി നമ്മുടെ ശരീരങ്ങളൊക്കെ നീർക്കുമിളകൾ പോലെ. ഈ ഫാനത്തിൻ്റെ പ്രത്യേകത എന്താ? പത. ഒരു തീരത്തേക്ക് വന്നടിഞ്ഞാൽ അവിടെ ഇങ്ങനെ കുറച്ച് നേരം ആ തിര വന്നു പോയതിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് പോലെ ഇങ്ങനെ പത കാണാം. ആ പത നമ്മൾ നോക്കി നിൽക്കെ തന്നെ എന്ത് പറ്റും? ഒരേ കുമിളയായിട്ട് ഇങ്ങനെ പൊട്ടി അതങ്ങോട്ട് ഇല്ലാതായി പോകും. ഒരു തിര വന്ന് തീരത്തടിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കിയാൽ അവിടെ അങ്ങനെ ഒരു തിര വന്നു പോയ ലക്ഷണമേ കാണില്ല. അതാണ് ശരീരം. പിന്നെ തനുഫേനം, ഈ ആഴി എന്ന് പറഞ്ഞാൽ ശരിക്കും ആഴി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ആഴമാണ്. നമ്മുടെ ദൈവദേശത്തിൽ വരുന്ന അർത്ഥമാണ് ആഴമാണ് ആഴി. അതെന്താണ്? ആത്മാവ്. അഹം എന്നുള്ള ജീവബോധത്തോടുകൂടി ഉയരുകയും അമരുകയും ചെയ്യുന്നതാണ് തിരമാല. ഇനി നമുക്കൊന്നും കൂടി അകത്തേക്ക് പോയി നോക്കാം. അപ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാകും. ആഴം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? കടലിൻ്റെ ആഴം. എന്തുകൊണ്ടാണ് ഇത്രയും ജലം? ഒന്ന് ശരിക്കും ഒന്ന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരണമെന്ന് എനിക്കറിയില്ല. ഞാനിപ്പോഴേ ഗുരുവിനോട് പറയാം അതങ്ങ് ബോധ്യമാക്കുക. കാരണം നമുക്ക് തന്നെ വായിക്കുമ്പോൾ ഇങ്ങനെ കൂടുതൽ തല ഇങ്ങനെ പെരുത്തു പോകുന്നൊരു ശ്ലോകം അത്. പ്രകൃതി ജലം മനസ്സിലായല്ലോ? വെള്ളം, കടലിലെ ജലം, ഇങ്ങനെ കിടക്കുന്ന ജലം. ആഴി ആത്മാവ്. ആഴി എന്ന് പറഞ്ഞാൽ എന്താ? ആഴമുള്ളത് ആഴി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞൊരു നദി ഒഴുകണമെങ്കിൽ ഒരു പ്രതലം വേണം, ഒരു വാഹനം ഓടണമെങ്കിൽ ഒരു റോഡ് വേണം. അപ്പോൾ ഈ പ്രകൃതിയാകുന്ന മായയ്ക്ക് നിലനിൽക്കണമെങ്കിൽ ഒരു മാറ്റവുമില്ലാതെ നിൽക്കുന്ന ഒരു അധിഷ്ഠാനം അതിന് വേണം. ആ അധിഷ്ഠാനമാണ് ഇത് ആഴി, അതായത് ആത്മസ്വരൂപം അതാണ്. എന്ന് വെച്ചാൽ കടലിങ്ങനെ നിലനിൽക്കുന്ന എന്തുകൊണ്ടാണ്? അതിനിങ്ങനൊരു അനക്കമില്ലാതെ നിർവികാരമായിട്ട് നിൽക്കുന്ന ഒരു അടിത്തട്ട് അഥവാ ആഴം ഉള്ളതുകൊണ്ട്. ആ ആഴമുള്ളത് ആഴി. ആഴി. അപ്പോൾ എന്താണ് ആത്മാവ്? ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇവിടെ പരമാത്മാ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? കടലിൻ്റെ ആഴം എന്ന് പറഞ്ഞാൽ കടലിപ്പോൾ ഇങ്ങനെ ഒരു കുഴി ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പോൾ ഈ ഗ്ലാസ്സിന് ഈ ആഴമുള്ളത് കൊണ്ടാണ് ഈ ജലം ഇവിടെ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ചൈനയിലെ വലിയൊരു തത്വചിന്തകൻ പറയും, ഇതിൻ്റെ ഗ്ലാസിൻ്റെ ഇല്ലായ്മയാണ് ഗ്ലാസിൻ്റെ ഇല്ലായ്മയാണ് ഗ്ലാസ്. വിവരം പിടികിട്ടിയോ? കാരണം ഇതിൻ്റെ അകത്ത് നിറയെ ഗ്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതെന്താവില്ലായിരുന്നു? ഗ്ലാസ് ആവില്ലായിരുന്നു. ഇതിൻ്റെ അകത്ത് ഗ്ലാസ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് എന്തിന് പറ്റുന്നത്? അതിൽ വെള്ളം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ് ഇല്ലായ്മയാണ് ഗ്ലാസ് എന്ന് പറയുന്ന പോലെ ഇപ്പം ഇത്രയും വെള്ളം ഇതിൽ നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഈ ആഴം ഉള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ വെള്ളം ഇതിൽ നിറയ്ക്കാൻ പറ്റിയത്. ഈ വെള്ളം ഇപ്പോൾ ഞാൻ 3 ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞു, ഇപ്പോഴും സാറ് വന്ന് ഒരു ഗ്ലാസ്സും കൂടി നിറച്ചു. ഇത് വീണ്ടും നിറയ്ക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ വെള്ളം കുടിക്കണതിൻ്റെ ഒപ്പം ഗ്ലാസ്സും കുടിച്ചിരുന്നുവെങ്കിൽ സാറ് വേറെ ഗ്ലാസ് അന്വേഷിച്ച് പോകണം.
എന്തുകൊണ്ട് ഇത് സാറിന് വീണ്ടും വീണ്ടും ഇതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റി? ഈ കൺസ്ട്രക്ഷൻ, ഈ ആഴം മാറുന്നില്ല. ഓക്കെ, എനിക്ക് പെട്ടെന്ന് എനിക്ക് ഗുരു തോന്നിച്ച് ക്ലാസ് എടുത്ത് പൊക്കിയോളാൻ. അല്ല, അത് കടലിപ്പോൾ കാണിച്ചു തരാൻ പറ്റില്ലല്ലോ, ഞാനെങ്ങനെയാണ് കടൽ കാണിച്ചു തരിക? അപ്പോൾ എന്ത് വിചാരിക്കണം? ഇത് ആഴമാണ്. ഏത് ഈ ഗ്ലാസ് ചുറ്റുമുള്ളതും ഈ പ്രതലില്ലെങ്കിൽ എങ്ങനെ ഇതിൽ വെള്ളം നിറയ്ക്കുക പറ്റുമോ? ഇല്ല. അപ്പോൾ കടലിൽ ഈ ജലം ഇങ്ങനെ നിൽക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അടിയിൽ ഉറപ്പുള്ള മാറാത്ത ഒരു പ്രതലം വേണം. എന്താ ഉറപ്പുള്ള മാറാത്ത നിർവികാരമായ എന്നൊക്കെ പറയാൻ കാരണം, ഇതിൻ്റെ അകത്ത് സാറ് എന്ത് നിറച്ചാലും ഇതിന് മാറ്റം വരില്ല. ഇനിയിപ്പോൾ ഇതൊരു ഗ്ലാസ് പാല് സാറ് കൊണ്ടുവച്ചു, ഗ്ലാസ് മാറുമോ? ഇല്ല. ഇനി ഒരു ഗ്ലാസ് ജ്യൂസ് കൊണ്ടുവച്ചു, ഗ്ലാസ് മാറുമോ? ഇല്ല. ഇനി വേറെ മറ്റേ നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ അതെനിക്ക് കൊണ്ടുവയ്ക്കണ്ട, അത് കൊണ്ടുവച്ചാലും എന്നാൽ ശരി, പാല് കൊണ്ടുവച്ചപ്പോൾ ഗ്ലാസ് വളരെ സാത്വികമായിട്ടിരുന്നു, ജ്യൂസ് കൊണ്ടുവച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഇരുന്നു. ഇനി ഇതിൽ വല്ല ലിക്കർ കൊണ്ടെന്ന് വെച്ചാൽ ഗ്ലാസ് ലഹരി പിടിച്ചിട്ട് എങ്ങനെയാവോ? ആവോ? ഇല്ല. മതി, സംഗതി റെഡിയായി, ശ്ലോകം ക്ലിയറായി. കാരണം ഇത് ആഴി, ഇതിൻ്റെ ആഴം. ഈ ആഴത്തെ അറിയാതെയാണ് ഇതിലെന്ത് നിറച്ചിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഗ്ലാസിൻ്റെ സ്വരൂപം കാണണമെങ്കിൽ എന്ത് വേണം? ഈ വെള്ളം മാറ്റിക്കളയണം. ഇപ്പോൾ സാർ ഇതിൽ കുറേയും കൂടി കളേഡായിട്ടുള്ളൊരു വെള്ളമാണ് കൊണ്ടുവച്ചിരുന്നെങ്കിൽ എനിക്ക് ഈ ഗ്ലാസിൻ്റെ രൂപം കാണാൻ പറ്റില്ല. ഈ ഗ്ലാസ്സിൽ വേറെ കൊണ്ടുവച്ചിരുന്നെങ്കിൽ അത് കുടിച്ചാലാണ് ഗ്ലാസ് കാണാനില്ല ഉണ്ടാവുക. പക്ഷെ അല്ലാത്തിടത്തോളം ഇതിലെന്ത് കൊണ്ടുവന്ന് വെക്കുന്നോ അതിനനുസരിച്ച് ഈ ഗ്ലാസിൻ്റെ രൂപത്തിൽ ഏത് നിൽക്കൂ, ഇതിലെന്ത് പകർന്നു വെച്ചാലും നിൽക്കും, ഒരു മാറ്റവും വരില്ല. പക്ഷേ ഈ ജലം ഇതിലിരിക്കുന്നിടത്തോളം കാലം എനിക്ക് എന്തിനെ കാണാൻ പറ്റില്ല? ഗ്ലാസ്സിനിപ്പോൾ എനിക്ക് സൈഡ് കാണാൻ പറ്റും, പക്ഷേ കടലിനെ സംബന്ധിച്ച് നിങ്ങൾ സങ്കല്പിച്ച് നോക്കി, കടലിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ ഗ്ലാസ് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ആ അടിത്തട്ട് ആഴമാണ് ആഴി. അതാണ് എന്ത്? നിർവികാരമായിട്ട് നിൽക്കുന്ന ആത്മാവ്. അതിനെ മറച്ചുകൊണ്ട് നിൽക്കുന്ന പ്രകൃതിയാണ് ജലം. അതായത് ഒരിക്കലും കടലിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റാതെ, കടലിൻ്റെ ആഴം നമുക്ക് കാണാൻ പറ്റാതെ അതിനെ മറച്ചുകൊണ്ട് നിൽക്കുന്ന പ്രകൃതിയാണ് ആഴം. അപ്പോൾ പ്രകൃതി ജലം, ആഴി ആത്മാ. ഇനിയോ അഹം എന്നലയുന്നതൂർമിജാലം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തിരമാലകൾ വരിക. ഈ തിരമാലകൾ വരുന്നത് നമ്മുടെ ജീവബോധങ്ങളാണ്. ആത്മാവ്, അതായത് ശരിക്കുള്ള ആത്മാവ് ഇങ്ങനെ നിൽക്കുന്നു. ഈ അഹം എന്ന് പറയുന്നത് എന്താണ്? ജീവബോധം. അതായത് നമുക്കൊരു ശരീരം ഉണ്ടെങ്കിലാണ് നമുക്ക് ഏത് ബോധം വരിക? ജീവബോധം വരിക. ഈ ശരീരം ഉണ്ടായില്ലെങ്കിൽ എന്തുണ്ടാകും? സാറിപ്പോൾ ഇതിൽ വെള്ളേ വെച്ചില്ല, ഇപ്പോൾ ഇതിൽ വെള്ളം ഞാൻ കുടിച്ച് തീർത്തു, സാറത് മൈൻഡ് ചെയ്യാതെ ഇരുന്നുവെങ്കിൽ ഇതിവിടെ എന്തുമാത്രം അവശേഷിക്കും? ആത്മബോധം മാത്രം അവശേഷിക്കുക. അപ്പോൾ എൻ്റെ ആത്മബോധം ജീവബോധം പോയേനെ, അതിൽ വെള്ളം നിറച്ച് വെക്കണ കാരണം കുഴപ്പമില്ല. വീണ്ടും വെള്ളം നിറയ്ക്കുമ്പോൾ എന്ത് കണ്ടു നമ്മൾ? ജീവബോധമല്ല, അത് പ്രകൃതിയാണ്. ആ പ്രകൃതി തന്നെയാണ് എന്തായിട്ട് മാറുന്നത്? അഹം എന്ന ആത്മബോധമായിട്ട് മാറുന്നത്. ആ ആത്മബോധത്തിൻ്റെ വക്കത്ത് പറ്റിയിരിക്കുന്ന നുരയും പതയുമാണ് ശരീരം. ഇനി അവിടെയും കൂടി നമുക്കൊന്ന് ക്ലിയർ ആക്കാനുണ്ട്. എന്താ ഈ നുരയും പതയുമാണ് ശരീരം എന്ന് പറഞ്ഞാൽ? ശരീരം നീർക്കുമുള പോലെ നിലയറ്റതാകുന്നു. ഗുരുഗദ്യ പ്രാർത്ഥനയിൽ പറയുന്നില്ലേ, വളരെ വ്യക്തമാകുന്നു. നീർക്കുമിള പോലെ ഈ ശരീരം നിലയറ്റതാകുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ബുദം, ഒരു നീർപ്പോള എത്ര നേരം ഒരു വെള്ളത്തിൻ്റെ മുകളിൽ പിടിച്ചു നിൽക്കും, അത്ര മാത്രമേ നമ്മുടെ ഈ ശരീരത്തിന് നിലനിൽപ്പുള്ളൂ. പക്ഷേ ഈ ശരീരം മറഞ്ഞാലും ഏത് മറയില്ല? ആത്മാവും മറയില്ല, പ്രകൃതി മറയില്ല, ജീവബോധവും മറയില്ല. നമ്മൾ മരിക്കുമ്പോൾ പോകുന്നത് ഈ സ്ഥൂല ശരീരം മാത്രമാണ്. അത് അഹം എന്ന് അലയുന്ന ഊർമിയുടെ ചുണ്ടത്ത് പറ്റിയിരിക്കുന്നൊരു പാൽച്ചിരി മാത്രമാണ് ഈ ശരീരം. പക്ഷെ ഈ ശരീരം മറഞ്ഞു പോയാലും എന്ത് മറയില്ല? നമ്മുടെ ജീവബോധം മറഞ്ഞു പോകില്ല. അത് ഏതുപോലെ തിരിച്ചു പോകും?
ഏതുപോലെ തിരിച്ചു പോകും? നമ്മുടെ ഉള്ളിലുള്ള സൂക്ഷ്മ ശരീരവും കാരണശരീരവും നമ്മൾ മരിച്ചാലും ഈ പ്രപഞ്ചത്തിൽ നിന്ന് നശിക്കില്ല. അതെന്ത് ചെയ്യും? അത് വേറെ കുറേ നൊരയും പതയായിട്ട് വീണ്ടും ഈ ജീവിതത്തിൻ്റെ തീരത്തിലേക്ക് തന്നെ വരും. ഇതൊരു വലിയ സത്യ. അർജുനോട് ഭഗവാൻ കൃഷ്ണൻ ചോദിക്കില്ല, നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഈ ദുർബലന്മാരെ പോലെ കിടന്നിട്ട് കരയണത്? അവരെയൊക്കെ കൊന്ന എന്ത് സംഭവിക്കുന്നതായിരുന്നല്ലോ അർജുനൻ്റെ സങ്കടം. അപ്പം എന്താ പറഞ്ഞു കൊടുത്തേ? ന ഹന്യമാനേ ശരീരേ, നീ ആ ശരീരങ്ങളെ കൊല്ലുമ്പോൾ നീ ഒരിക്കലും ആത്മാവിനെ കൊല്ലുന്നില്ല. എന്നിട്ട് അതിന് പറഞ്ഞു കൊടുത്തത് എന്താ? ആത്മാവ്, അതായത് നമ്മുടെ ഉള്ളിലുള്ളപ്പോൾ നമ്മുടെ ആത്മാവ്, ആ ജീവാത്മാവ് അണിയുന്ന വസ്ത്രമാണ് ശരീരം. ജീവാത്മാവാണ് ശരീരം എന്നല്ല പറഞ്ഞേ, അത് ധരിക്കുന്ന വസ്ത്രമാണ്. വാസാംസി ജീർണാനി യഥാവിഹായ. എനിക്ക് ഭയങ്കര ഓർമ്മക്കുഴപ്പമുള്ളതുകൊണ്ട് വളരെ സുഖമായിട്ട് കിട്ടിയിരുന്ന ശ്ലോകങ്ങൾ പോലും ഓർമ്മയിൽ വരുന്നില്ല. നിങ്ങൾ ആശയം ഓർക്കുക. വാസാംസി ജീർണാനി യഥാവിഹായ. എങ്ങനെയാണോ നമ്മൾ ഉടുത്ത വസ്ത്രം മുഷിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ചീത്തയായി കഴിഞ്ഞാൽ അത് ഊരിക്കളയുന്നത്, അതിൻ്റെ സ്ഥാനം മാത്രമേ നമ്മുടെ ശരീരങ്ങൾക്ക് ജീവബോധത്തിൽ അഥവാ ജീവാത്മാവിലും അതിനും അടിസ്ഥാനമായിട്ടുള്ള പരമാത്മാവിലും ഉള്ളൂ. ഈ ജീവാത്മാവ് നശിക്കാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? ജീവബോധം നശിക്കാത്തത് കൊണ്ടാണ് അത് വേറൊരു ശരീരത്തിലേറി വരുമ്പോൾ ഈ ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളൊക്കെ അതിൻ്റെ റിസൾട്ടൊക്കെ വാസനകളായിട്ട് അടുത്ത ജന്മത്തിലേക്ക് വരുന്നത്. ചിലർക്ക് ഓർക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ പണ്ട് റിപ്പോർട്ട് വായിച്ചിട്ടില്ലേ? പോയ ജന്മം ഓർത്തു, ഇന്ന സ്ഥലത്ത് കൊണ്ടുപോകാൻ പറഞ്ഞു, അത് കാണിച്ചപ്പോൾ അവിടെ കളിച്ചിരുന്നൊരു കളിക്കോപ്പ് എടുത്ത് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് പത്രത്തിൽ പലപ്പോഴും റിപ്പോർട്ട് വരുന്നുണ്ട്. അതെന്തോ നമുക്ക് അതിൻ്റെ തീർച്ച പറയാൻ പറ്റില്ല. പക്ഷേ ഈ പോയ ജന്മങ്ങളൊക്കെ യുങ് കളക്റ്റീവ് കോൺസിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ ഓർക്കുക. യുങ് എന്ന് പറഞ്ഞാൽ ഫ്രോയിഡിൻ്റെ ശിഷ്യനായിട്ടുള്ള മനഃശാസ്ത്രജ്ഞൻ. യുങ്ങിനെ സംബന്ധിച്ച് നമ്മുടെ കോൺഷ്യസ് എന്ന് പറയുന്നത് വ്യക്തിയിൽ ഒതുങ്ങുന്നതല്ല, അതെന്താണ്? കളക്റ്റീവ് കോൺഷ്യസ് ആണ്. ഈ കളക്റ്റീവ് കോൺഷ്യസ് എന്ന് പറഞ്ഞാൽ എന്താ? പോയ ജന്മങ്ങളിലൂടെയൊക്കെ കടന്ന് വരുമ്പോഴുണ്ടാകുന്ന നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ബോധത്തിൻ്റെ ശേഖരണം. അതെന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മുടെ ശരീരം പോകുന്നതോടുകൂടി ജീവബോധം പോകുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു കളക്റ്റീവ് കോൺഷ്യസ് ഉണ്ടാവുമോ? വേറൊരു ബോഡി വരുമ്പോൾ അതിൻ്റെ അകത്ത് വേറൊരു ബോധം വരണം. ഇതങ്ങനെയല്ലാത്രേ. നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മുടെ സൂക്ഷ്മ ശരീരം എന്ന് പറയുമ്പോൾ മനസ്സ്, ചിത്തം, ബുദ്ധി, അഹങ്കാരം എന്ന് തുടങ്ങുന്ന ആ അന്ധക്കരണമാകുന്ന സൂക്ഷ്മ ശരീരം ജീവബോധത്തോടുകൂടി ഈ അന്തരീക്ഷത്തിൽ തന്നെ നിൽക്കുമെന്നും അത് ഒരുപക്ഷെ മഴമേഘങ്ങളായോ ചന്ദ്രനിലെ നിലാവായോ തീരുമെന്നാണ് ഭാഗവതത്തിലും രാമായണത്തിലൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അത് വീണ്ടും മഴയായിട്ട് വർഷിക്കുമ്പോഴാണ് അത് ഒരു ധാന്യമായിട്ട് അല്ലെങ്കിൽ ഒരു ചെടിയായിട്ട് തീരുന്നതും അതിനെ നമ്മൾ വീണ്ടും ജീവിച്ചിരിക്കുന്നവർ കഴിക്കുമ്പോഴാണ് ആ അന്നത്തിലൂടെ തൻ്റെ പോയ ജന്മത്തെ കർമ്മങ്ങളുടെ ഫലങ്ങളൊക്കെ വീടാനായിട്ട് നമ്മൾ വീണ്ടും ജനിക്കുന്നത്. അപ്പോൾ ഏത് നശിക്കുന്നില്ല? തിരകൾ നശിക്കുന്നില്ല. ഏത് നശിക്കും? അപാരാണ് ഇതിൻ്റെ അർത്ഥം. ഗുരു എങ്ങനെ എഴുതിയെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ പദം നശിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടേ നടക്കുമായിരുന്നു. ഈ പദം എങ്ങനെ നശിക്കുക, ശരീരം എങ്ങനെ നശിക്കുക. ഇപ്പം ശരിക്കും അവിടെ ഇരുന്ന് ഗുരു വെളിപ്പെടുത്തി തന്നു. എന്താ നശിക്കുന്നത്? ശരീരം നശിക്കും, പക്ഷെ എന്ത് നശിക്കില്ല? തിരകൾ നശിക്കില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ധാരണകൾ എന്ന് പറയുന്നത് ഒരിക്കലും ഈ ശരീരത്തിൻ്റെ അകത്ത് ഒതുങ്ങോ? ഇല്ല. എന്താ കാര്യം? ഇപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് വീട്ടിലെ കാര്യം ചിന്തിക്കാം. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ ശരീരത്തെ ഇവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ പോവാം? വേണമെങ്കിൽ അമേരിക്കയിൽ പോവാം. വിമാനമൊന്നും കയറണ്ട, അതിന് പാസ്പോർട്ടും വേണ്ട, വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട. ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിൽ പോവാം. ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ചെന്നിരുന്ന ആവശ്യമുള്ളത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ മനസ്സുണ്ട്. മനസ്സിനൊരിക്കലും ശരീരം ഒരു
ഒരു ഫ്രെയിമല്ല. മനസ്സൊരിക്കലും ശരീരത്തിൻ്റെ ഫ്രെയിമിൽ നിൽക്കില്ല. അപാരണ ഉപമ. അപ്പോൾ ഓരോ തിരമാല എന്താണ്? അഹമെന്ന ജീവബോധം. ആ ജീവബോധത്തിൻ്റെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ഒരു നീർപ്പോളയുടെ ഫേനം പത. ആ പതയുടെ സ്ഥാനം മാത്രമേ എൻ്റെയും നിൻ്റെയും ഈ ശരീരങ്ങൾക്കുള്ളൂ, ഒരു സംശയവുമില്ല. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? ഒരു ജീവബോധം പ്രകൃതിയാകുന്ന ജലത്തിൽ ഉയർന്ന് തീരത്തേക്ക് വന്ന് അമർന്നു കഴിഞ്ഞാൽ ആ ജീവബോധം തിരിച്ചു പോകും. എന്ത് മാത്രം ഇവിടെ അവശേഷിക്കും? ഈശ്വര, എന്തുമാത്രം അവശേഷിക്കും? പത മാത്രം അവശേഷിക്കും. ആ ജീവബോധമാകുന്ന തിരയുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ഒരു പത മാത്രമാണ് ഈ മാംസാസ്ഥിത ഓല കൊണ്ടുള്ള ഈ ശരീരം. അതൊരു നീർപ്പോള പോലെ നിലയറ്റതാകുന്നു. ഗുരുവിൻ്റെ വാക്കുകൾ തന്നെ പറഞ്ഞാൽ അതൊരു നീർപ്പോള പോലെ നിലയറ്റതാകുന്നു. പക്ഷേ ആ നീർപ്പോളയെ ഈ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അഹം എന്നലയുന്ന ജീവബോധമാകുന്ന തിര, ഒരു തിര വന്നു, ആ പതയെ അവിടെ ഉപേക്ഷിച്ചു, ആ ജഡത്തെ അവിടെ ഉപേക്ഷിച്ചു. ആ തിര വീണ്ടും പോയിട്ട് എന്ത് ചെയ്യും? വീണ്ടും വേറൊരു ശരീരമായിട്ട് ജീവിതത്തിൻ്റെ തീരത്തേക്ക് അത് തിരിച്ചെത്തും. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഏതുപോലെ? പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണമെടുത്താലും പൂർണ്ണം തന്നെ അവശേഷിക്കും. പൂർണ്ണത്തിൽ നിന്ന് ഓരോ തിര വരുമ്പോഴും ഈ പത പോലെ അത്ര നിസ്സാരമല്ല ഈ ജീവനെങ്കിൽ, ഈ ശരീരമെങ്കിൽ എന്ത് ചെയ്യണം? ആ വെള്ളം കുറഞ്ഞു വരണ്ടേ? വേണ്ടേ? കുറയുന്നില്ലല്ലോ, അതിങ്ങനെ നിരന്തരം അടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ആ ഒരു പതയുടെ സ്ഥാനം മാത്രമാണ്. നേരത്തെ തിരയാണെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. കായം ഓരോന്നുടനുടനേറി ഉയർന്ന് അമർന്നിടുന്നു എന്ന് ഗുരു പറഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഈ ശരീരത്തെ കുറച്ചുകൂടി നിസ്സാരമാക്കി. അത് തിരയുമല്ല, എന്താണ്? തിരയുടെ ചുണ്ടത്ത് പറ്റിയിരിക്കുന്ന ഒരു പാൽച്ചിരി കണ്ടത് മൃതിയെ മറന്ന് സുഖിച്ചേ പോകുമെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, സുധുമാരി ടീച്ചറിൻ്റെ വരികൾ. അതുപോലെ അതൊരു പാൽച്ചിരി മാത്രമാണ്. ഇത്തിരി നേരത്തേക്ക് ഇളിച്ച് കാണിക്കുന്നത് ആര്? ജീവബോധം കാണിക്കുന്ന ഒരു മായ മാത്രമാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ഈ ശരീരം. അപ്പോൾ ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിടുമ്പോൾ അത് ഏതുപോലെയാണ്? ഒരു പത, ഒരു നീർപ്പോള പൊട്ടിപ്പോകുന്ന പോലെ, വറ്റിപ്പോകുന്നത് പോലെ അത്രയും നിസ്സാരമാണ് ഈ ശരീരം. പക്ഷെ അതിനകത്തെ ജീവബോധം നമ്മളെന്നെ ആലോചിച്ചാൽ മതി. കാരണം ഞാനീ ചിന്തിക്കുന്നതും ഞാനീ സങ്കല്പിക്കുന്നതൊന്നും ഈ ശരീരത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ടല്ല. ആണോ? ആലോചിച്ച് നോക്കി നിങ്ങൾ. നമ്മുടെ ശരീരത്തിനെ കീറി മുറിച്ചാൽ നമുക്ക് എവിടെയാണ് ഈ എന്താ പറയുക, ഈ അന്തരിന്ദ്രിയങ്ങളെ നമുക്ക് കാണാൻ പറ്റുക? കണ്ണിനും കാതിനും മൂക്കിനെയും ഒക്കെ കാണാം. പക്ഷെ എവിടെയാണ് നമുക്ക് ബുദ്ധിയെയും ചിത്തത്തെയും അതല്ലെങ്കിൽ മനസ്സിനെയും കാണാൻ പറ്റുക? മനഃശാസ്ത്രം ഉണ്ട്. പക്ഷേ ഈ മനഃശാസ്ത്രത്തിനോട് ചോദിച്ച് വാട്ട് ഈസ് മൈൻഡ് എന്ന് ചോദിച്ചാൽ ഒരു കൃത്യമായ നിർവചനം അയാൾക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. അപ്പോൾ അവർ പറയുന്നത് ശരിക്കും ഈ സൈക്കോ ബയോളജിസ്റ്റുകളുണ്ട്. സൈക്കോ ബയോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ സൈക്കെന്ന് പറയുന്ന എനർജി ഒരിക്കലും ഒരു ഓർഗാനിസം ഇല്ലാതെ നിൽക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ രണ്ടിനെയും കൂട്ടി സൈക്കോ ബയോളജിസ്റ്റുകൾ എന്ന് പറയുന്നത്. അവർ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലുണ്ടാകുന്ന ചില രാസോർജം ഉൽപ്പാദിക്കുന്ന വൈദ്യുതിയാണത്രേ മനസ്സ്. നമ്മുടെ ബ്രെയിനകത്ത് ഉള്ള ഒരു രാസോർജം, ഒരു കെമിക്കൽ എനർജി ഉണ്ടാക്കുന്ന വൈദ്യുതി തരംഗങ്ങളാണ് മനസ്സ്. എന്താ നമുക്ക് മനസ്സിലായേ? ഒന്നും മനസ്സിലായില്ല. അപ്പോൾ മനസ്സിനെ എങ്ങനെയൊക്കെ നിർവചിച്ചാലും, കെമിക്കൽ എനർജി ആയിട്ടോ ഫിസിക്കൽ എനർജി ആയിട്ടോ സൈക്കിക് എനർജി ആയിട്ടോ ഏത് എനർജിയുടെ രൂപത്തിൽ മനസ്സിനെ ഏത് ശാസ്ത്രം ഡിഫൈൻ ചെയ്താലും നമുക്ക് ആ ഡെഫിനിഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാവില്ല. എന്തുകൊണ്ടാണ്? മനസ്സിലാവാത്തതാണ് മനസ്സ്. മനസ്സിലാവാത്തതാണ് മനസ്സ്. കാരണം മനസ്സൊരിക്കലും ഈ ശരീരത്തെ ആശ്രയിച്ച് നിൽക്കുന്നതല്ല.
ചെറിയ ചില ഷോക്കുകൾ പോരെ നമുക്ക് ജീവിതത്തിലുണ്ടാകുന്ന ചില സംഭവങ്ങളുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ താളം തെറ്റില്ലേ? അതെങ്ങനെയാണ് തെറ്റിപ്പോകുന്നത്? ഈ ശരീരത്തിന് ക്ഷത ഏൽക്കണ്ടല്ലോ. ശരീരത്തിന് ക്ഷത ഏറ്റിട്ട് മനസ്സിപ്പോൾ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജൊക്കെ വന്നാൽ തെറ്റിപ്പോകുന്നുണ്ട്. നമുക്ക് വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന അമ്നേഷ്യം തുടങ്ങിയിട്ടുള്ളതൊക്കെ നമുക്കങ്ങനെ തെറ്റിപ്പോകുന്നുണ്ട്. അതല്ലാതെ മനസ്സിനേൽക്കുന്ന ആഘാതം കൊണ്ട് എത്രയോ പേര് മനസ്സിൻ്റെ സമനില തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എവിടെ ഈ ആഘാതം ഏൽക്കുന്നത്? ഇന്ന് ചെന്ന് കിടന്ന് ആലോചിച്ച് ഉറങ്ങണ്ട. കാരണം നമുക്ക് അങ്ങാടിയിൽ നിന്ന് പോകുമ്പോൾ ആലോചിക്കാൻ കുറച്ച് മേടിച്ചുകൊണ്ടൊന്നും വേണ്ട. ഇതൊക്കെ എവിടെയുണ്ട്? നമ്മുടെ ഉള്ളിലുണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ ചിന്തിച്ചിട്ടില്ല. ആ എനർജി, ആ ഊർജം എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും നശിക്കില്ല. അതായത് ഈ ഗ്ലാസ്സാകുന്ന ആത്മാവ്, ഇതിൻ്റെ ഈ ബോഡിയാകുന്ന ആത്മാവിൽ പ്രകൃതിയാകുന്ന ജലത്തിൽ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കർമ്മചലനങ്ങളാണ് ജീവബോധം. അതിൻ്റെ ഉപാധി മാത്രമാണ് ഒരു നുര പോലെ, ഒരു നൂർക്കുമുള പോലെ പൊട്ടിയടർന്നു പോകുന്ന ഈ ശരീരം. എവിടെ എത്തി നമ്മൾ? ആലോചിക്കാൻ പറ്റില്ല. നമ്മൾ ഇത്രയും കാര്യമായിട്ട് കൊണ്ടുനടക്കണേ. ശരി, അങ്ങനെയാണെങ്കിൽ ഈ ശരീരത്തെ പ്രതി ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ എന്തിനാ ഇത്ര ഗുരുതരമായിട്ട് കാണുന്നത്? ഈ ജീവബോധമാകുന്ന തിര കാലമെത്തുമ്പോൾ അടിച്ച് കയറിക്കഴിഞ്ഞാൽ അത് ആ ജീവബോധം തിരിച്ചു പോകും. നമ്മളാകുന്ന നുരയും പതയും ഇത്തിരി നേരം അവിടെ ഇരുന്നിട്ട് അത് പൊട്ടി പൊട്ടി ഇല്ലാണ്ടായി പോവും. അത്രയേ ഉള്ളൂ ഈ ശരീരത്തിൻ്റെ വില. ഗുരു ഈ പറഞ്ഞ ശ്ലോകം ഉണ്ടല്ലോ, ഒരു അപാരമായിട്ടുള്ള ഒരു ശ്ലോകമാണ്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിൽ ഇതിന്മേൽ അടയിരിക്കാം. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു അനുഭവം നമ്മുടെ ബോധമണ്ഡലത്തിലേക്ക് ഉയർന്നു വരൂ. ഇനിയൊന്ന് വായിച്ചുവെങ്കിൽ പ്രകൃതി ജലം തനു ഫേനം ആഴി ആത്മാ അഹമഹമെന്നലയുന്ന ദൂർമിജാലം അകമലരാർന്നറിവൊക്കെ മുത്ത്. കടലിനകത്ത് എന്തുണ്ടാവും? കടലിൻ്റെ എല്ലാ പ്രകൃതിയും ഗുരു ഇവിടെ പറയാം. അതിൻ്റെ അകത്ത് ഒരു മുത്തുണ്ടാവും. അതിലെ തിമിംഗലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ക്ഷുദ്രജീവികളെക്കുറിച്ചോ ഒന്നും ഗുരു പറയുന്നില്ല. അതൊക്കെ അവിടെ ഉണ്ടാവും, അതവിടെ ഉണ്ടായിക്കോട്ടെ. നിങ്ങൾ പക്ഷേ കടലിൻ്റെ അകത്ത് എന്ത് തേടിയാൽ മതി? അതിനകത്ത് മുത്തുണ്ട്. എന്തിൻ്റെ മുത്ത്? അറിവിൻ്റെ മുത്ത്. അകമലർ, അകമലർ എന്ന് വെച്ചാൽ മനസ്സാകുന്ന ആ പൂവിനകത്ത്. ആ മനസ്സാകുന്ന പൂവ് എവിടെയാ? ഇവിടെ ഈ സമുദ്രത്തിനകത്താണ്. അതിനകത്ത് വിളയുന്ന മുത്തുകൾ മാത്രം നിങ്ങൾ ആസ്വദിക്കുക. ഗുരു തന്നെ വാരണപ്പള്ളി എന്ന് പറഞ്ഞു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല. എനിക്കൊരു മൊന്ത തരൂ. ഞാൻ ആ മൊന്തയും കൊണ്ട് ഞാനൊരു സമുദ്രത്തിൽ മുങ്ങാൻ പോകുകയാണ്. അവിടെ നിന്ന് മുത്ത് കിട്ടിയാൽ അതെനിക്ക് ആളുകളോട് പറയണം. എന്താ അതിൻ്റെ ഈ ജീവിതത്തിൻ്റെ സത്തയെന്ന് വാരണപ്പള്ളിയിൽ നിന്ന് പോരുന്നതിന് മുൻപ് വാരണപ്പള്ളിക്കാരനവരോട് ഗുരു പറഞ്ഞതായിട്ട് ജീവചരിത്രങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഗുരു മുങ്ങി, ഈ സമുദ്രത്തിൽ മുങ്ങിയപ്പോൾ ഗുരുവിന് എന്ത് കിട്ടി? മുത്ത് കിട്ടി. ആ മുത്തുകളാണ് ആത്മോപദേശത്തിൻ്റെയും മറ്റു പല ദാർശനിക കൃതികളുടെയും രൂപത്തിൽ നമുക്ക് കൊരുത്തെടുത്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ അകമലരാർന്ന അറിവൊക്കെ മുത്ത് താൻ. നിങ്ങളൊരു കാര്യം ചെയ്യുക, അകമലരെ ഈ പുറത്തറിവിനെക്കുറിച്ച് ഗുരുവിടെ പറഞ്ഞിട്ടില്ല. ഓരോരുത്തരുടെയും സമുദ്രം നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തിൻ്റെ ഭാഗമാണ്? ഈ ജീവസമുദ്രത്തിൻ്റെ ഭാഗമാണ്. ആ ജീവസമുദ്രത്തിനകത്താണ് ഏത് വിളയുന്നത്? മുത്ത് വിളയുന്നത്. അത് മുത്താണ്. താൻ നുകരുവതാം അമൃതായ അതിങ്ങുനൂനം. ഓരോരുത്തരും അമൃതമായിട്ട് നുകരേണ്ടത് ഏതാണ്? അറിവിൻ്റെ ആ മുത്തുകളെയാണ്. അല്ലാതെ വേറെ അമൃതൊന്നും ഈ ഭൂമിയിൽ ഇല്ല. അറിവിൻ്റെ മുത്തുകളാണ് നമ്മളെ അനശ്വരരാക്കുക. ഇപ്പോൾ ഗുരുവിനെ അനശ്വരനാക്കി നിർത്തിയത് എന്താ? ഗുരു നമുക്ക് തന്ന ഈ അറിവിൻ്റെ മുത്തുകളെ. ഈ അറിവിൻ്റെ മുത്തുകൾ തരണമെങ്കിൽ അനുകമ്പ വേണം. നമ്മൾ അനുകമ്പ ദശകത്തിൽ കണ്ട പോലെ ആ അറിവിൻ്റെ മുത്തുകളെ നമ്മൾ നുകരുന്നിടത്തോളം ഈ മുത്തുകൾ നമുക്ക് നൽകിയ ഗുരുവിന് മരണം ഇല്ല. അതാണ് പ്രകൃതി ജലം തനു ഫേനം ആഴി ആത്മാ അഹമഹമെന്ന് അലയുന്നത് ഊർമിജാലം. കാരണം ജീവബോധത്തിന് അലച്ചിൽ മാത്രമേ ഉള്ളൂ. എന്താ കാരണം? അതൊരിക്കലും നശിക്കില്ല. എന്തുകൊണ്ട്? ഇപ്പോൾ ഈ ഇരിക്കുന്ന ജലം ഇളകി ഇങ്ങനെ വരുന്നത്
ഈ ജലം ഉള്ളിടത്തോളം കാലം, പ്രകൃതി ഉള്ളിടത്തോളം കാലം തിരമാലകൾ നശിക്കില്ല. ഈ ആഴമുള്ളിടത്തോളം കാലം ജലവും നശിക്കില്ല. ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുക. പതയുണ്ടാകുന്നത് ജീവബോധമാകുന്ന തിരമാലയുടെ പുറത്തുള്ളത് മാത്രം. തിരമാലകൾ ഉയരുന്നത് പ്രകൃതിയാകുന്ന ജലത്തിലാണ്. പ്രകൃതിയാകുന്ന ജലം ആഴിയുടെ ആഴമാകുന്ന അതിനെ മറച്ചു വയ്ക്കുന്നു. ആഴിയുടെ ആഴമാകുന്ന ആത്മബോധം, പരമാത്മാവ്, ബ്രഹ്മം, അതൊരിക്കലും നശിക്കില്ല. പക്ഷെ നമ്മളതിനെ കാണുന്നില്ല. എന്തുകൊണ്ടാണ് കാണാത്തത്? കടലിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റാത്തതുപോലെ കടലിൻ്റെ അടിത്തട്ടിനെ പ്രകൃതിയാകുന്ന ജലം മൂടി വച്ചിട്ടുള്ളത് പോലെ നമുക്ക് ആത്മസ്വരൂപത്തെ കാണാനും അറിയാനും പറ്റില്ല. നമ്മളെന്താണ്? ആ ആത്മസ്വരൂപത്തിൻ്റെ അടിത്തട്ടിനെ അധിഷ്ഠാനമാക്കി നിലനിൽക്കുന്ന പ്രകൃതിയാകുന്ന ജലത്തിൻ്റെ മുകളിൽ ഉയർന്ന് അമരുന്ന തിരകൾ മാത്രമാണ്. പക്ഷെ നമ്മുടെ ശരീരമാകട്ടെ ആ തിര പോലുമല്ല. അതിൻ്റെ ചുണ്ടത്ത് ഏതാനും നിമിഷത്തേക്ക് മാത്രം പറ്റിയിരിക്കുന്ന നുരയും പതയുമാണ്. അതിൻ്റെ അകത്ത് ഞങ്ങളപ്പോൾ ഈ കിട്ടുന്ന ഇത്തിരി നേരം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ സമുദ്രത്തിൽ വിളയുന്ന അറിവുകളാകുന്ന മുത്തുകളെ നമ്മൾ ഉൾക്കൊള്ളണം. അത് ഉൾക്കൊണ്ടാൽ നമുക്ക് ആരായിട്ട് മാറാം? അതാണ് ജീവിതത്തിൻ്റെ അമൃത് എന്ന് വെച്ചാൽ, ശരീരം നശിച്ചു പോകുമ്പോഴും വീണ്ടും നമുക്ക് ജന്മജന്മാന്തരങ്ങളിലേക്ക് മൂലധനമായിട്ടുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റ്, അത് ഒരിക്കലും പിൻവലിക്കാൻ പറ്റാത്ത ഫിക്സഡ് ഡെപ്പോസിറ്റ്. അപ്പോൾ ഈ 12 ദിവസം ഇവിടെ നിങ്ങൾ ചിലവഴിച്ചെങ്കിൽ നിങ്ങൾ ഏത് ബാങ്കിലും കൊണ്ടിട്ടിട്ടുള്ള കറൻസിയേക്കാൾ വിലമതിക്കുന്നതാണ്. കാരണം അടുത്ത തിരയായിട്ട് നിങ്ങളുടെ ജീവബോധം ഉണർന്ന് മറ്റൊരു ശരീരം പ്രാപിക്കുമ്പോൾ അങ്ങോട്ടും കൊണ്ടുപോകാൻ സാധിക്കുന്നത് നമ്മൾ ബാങ്കിലിട്ട പണമല്ല, വാങ്ങിക്കൂട്ടിയ ഭൂമിയല്ല, മേടിച്ചിട്ട ഫ്ലാറ്റല്ല, ലോക്കറിലിരിക്കുന്ന ആഭരണങ്ങളല്ല, നമ്മുടെ മക്കളല്ല, ഒന്നുമല്ല. എന്താ കൊണ്ടുപോകാൻ പറ്റുന്നത്? അകമലർന്ന അറിവാകുന്ന മുത്ത്. അത് നിങ്ങൾ നുകരുകയാണെങ്കിൽ നിങ്ങൾ എന്ത് നുകർന്നതിന് തുല്യമായിരിക്കും? അമൃത് നുകർന്നതിന് തുല്യമായിരിക്കും. അമൃത് നുകർന്നവൻ അമരൻ എന്ന് വെച്ചാൽ അവന് മരണമില്ലാത്തവൻ. അതായത് ഈ ഉൾക്കൊള്ളുന്ന അറിവുകളൊന്നും തന്നെ നമ്മൾ മരിച്ചാലും നമ്മുടെ ജീവബോധത്തിൽ നിന്ന് നഷ്ടപ്പെടില്ല. പക്ഷെ ജീവബോധത്തിലെ നമ്മൾ വാങ്ങിക്കൂട്ടുന്നതും സമ്പാദിച്ചു കൂട്ടുന്നതും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതുമായ യാതൊന്നും ജീവബോധത്തിനോടൊപ്പം നമുക്ക് വരും ജന്മത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. അതാണ് ഗുരു പറഞ്ഞത്, അമരത്ത് മാറും നിങ്ങളെപ്പോൾ അകമരരിലെ ഈ മുത്തുകളാകുന്ന അറിവുകളെ ആസ്വദിച്ചാൽ. അപ്പം നമുക്ക് ഗുരുവിനോട് എത്ര നന്ദിയുള്ളവരാകണം. ഇത്രയും വലിയ മുത്തുകൾ നമുക്ക് മനസ്സിലാക്കാവുന്ന ഭാഷയിൽ ഇങ്ങനെ എഴുതി തന്നില്ലേ? നമുക്ക് അത് പഠിക്കാൻ നമുക്കൊരവസരം തന്നില്ലേ? അപ്പോൾ ഈ ദിവസങ്ങളൊന്നും വെറുതെ പോയി എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇപ്പം എന്ത് കിട്ടും നിങ്ങൾക്ക്? ഈ മുത്ത് കിട്ടും. ഈ അകമലാർന്ന മുത്തിനെ മുങ്ങിയെടുത്ത് ആ മുത്തുകളെ നമുക്ക് കൊണ്ടുവന്ന ഏറ്റവും കാരുണ്യവാനായ മുക്കുവനാണ് ശ്രീനാരായണ ഗുരുദേവൻ. അത് നമ്മൾ മനസ്സിലാക്കാം. അടുത്തത്, മണലളവറ്റ് ചൊരിഞ്ഞ വാപിന്മേൽ അണിയണിയായി അലവീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ആത്മസ്വരൂപത്തെ കാണാത്തത്? കാരണം ഗുരു തന്നെ പ്രശ്നം അവതരിപ്പിക്കും, ഗുരു തന്നെ അതിൻ്റെ കാരണം പറയും, ഗുരു തന്നെ അതിനെ വേറൊരു വിധത്തിൽ വ്യാഖ്യാനിച്ച് നമ്മളെ
സമാധാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങളാരും വിഷമിക്കേണ്ട, അതൊക്കെ ഒരു ആദി പ്രകൃതിയുടെ ഒരു ആദിമമായിട്ടുള്ളൊരു മായയാണ് എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താ? മണൽ അളവറ്റു ചൊരിഞ്ഞ വാപിയിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്കുള്ളൊരു ജീവരൂപമായിട്ട് തോന്നുന്നത്? ഓരോരോ അലയായിട്ടല്ല ഈ വരുന്നത്. ഇത് ഒറ്റയ്ക്കുള്ള ജീവബോധമായിട്ട് നമുക്ക് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ശരിക്കും പറഞ്ഞാൽ കടലിൻ്റെ ഉപമ തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു കാറ്റാണ്. ആ കാറ്റാണ് കടലിൻ്റെ മുകളിൽ അലഞ്ഞൊറിഞ്ഞിടുന്നത്. ആ അലഞ്ഞൊറിഞ്ഞിട്ടത് കൊണ്ടാണ് അലകൾ ഓരോന്നും ഉയർന്നു വരുന്നത്. ഇവിടെ ഗുരു വേറൊരു ചിത്രം നമുക്ക് കാണിച്ചു തരികയാണ്. മണൽ അളവറ്റു ചൊരിഞ്ഞ വാബി എന്ന് വെച്ചാൽ കുളം, കിണർ തുടങ്ങിയവ. കാരണം ചെറിയ ജലാശയമാണ് വാബി, കിണറാകാം കുളാകാം. അങ്ങനെയുള്ള വാബിയിന്മേൽ മണൽ ചൊരിയാണ് നമ്മൾ. എങ്ങനെ? അളവറ്റ് ചൊരിഞ്ഞാൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം. ഗുരു ഇങ്ങനെ നമ്മളെ ബോധ്യപ്പെടുത്തി തരാൻ, നമ്മളൊക്കെ ശിശുക്കളാണ് ഗുരുവിൻ്റെ മുമ്പിൽ. ആ ശിശുക്കൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ കൊച്ചു കൊച്ചു ഉപമകൾ ഇങ്ങനെ പറയാം. ഒരു കുളത്തിലേക്ക് നമ്മൾ മണ്ണിടുക എന്ന് വിചാരിക്കുക. മണലിങ്ങനെ ചൊരിഞ്ഞിടുന്നെങ്കിൽ എന്ത് സംഭവിക്കും? ഓരോ തരി വന്ന് മണ്ണ് ആവണ്ട, മണ്ണാവുമ്പോൾ നമ്മളിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ അത് കുഴഞ്ഞു പോകും. മണൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ഒരു കുളത്തിൽ ചെന്ന് നാളെ എവിടെ, ഇനി കുളത്തിൽ വേണ്ട, ഒരു പാത്രത്തിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഈ മണൽ, ഇവിടെ കുളം, ബോംബെയിൽ കുളം എന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആ പാത്രത്തിൻ്റെ മീതെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ മണലിങ്ങനെ ഇടുക. വെതറിടുമ്പോൾ എന്തുണ്ടാവും? അലകൾ ഉണ്ടാവും. ഓരോ മണലിൻ്റെ തരി വരുമ്പോഴും വന്ന് വീഴുമ്പോഴും എന്തുണ്ടാവും? ഓരോ അലയുണ്ടാവും. ഈ അലകൾ ഇങ്ങനെ ഇളകി മറിയുന്നത് കൊണ്ട് അണിയണിയായി അല വീശിടുന്ന വണ്ണം. അണിയണിയായി എന്ന് പറഞ്ഞാൽ എന്താ? നിരയായിട്ട് അനന്തമായിട്ട് ഈ അല വീശിടുന്ന വണ്ണം അനൃത പരമ്പര. നൃതം എന്ന് വെച്ചാൽ സത്യം, അനൃതം എന്ന് വെച്ചാലോ അസത്യം. അസത്യാര? മായ. സത്യം പരമാത്മാവ് മാത്രമാണ്, മറ്റുള്ളതൊക്കെ അസത്യമാണ്. എന്താ അസത്യം എന്ന് പറയാൻ കാരണം? സത്ത് അല്ലാത്തത്. സത്തായിട്ടുള്ളതെല്ലാം ത്രികാലത്തിലും നിലനിൽക്കും, ഒരിക്കലും ഉണ്ടാവുകയോ നിലനിൽക്കുകയോ മറയുകയോ ചെയ്യില്ല. അല്ലാത്തതൊക്കെ അസത്യമാണ്. അനൃത പരമ്പര വീശി എന്തു ചെയ്യുന്നു? അന്തരാത്മാവിനെ അകമേ ബഹുരൂപമാക്കിയിടുന്നു. സത്യത്തിൽ ഈ ഗ്ലാസ് ഒന്നേ ഉള്ളൂ, ഇത് ഒറ്റേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ അകത്ത് നമ്മളിങ്ങനെ മണലിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ ഗ്ലാസ്സിലെ വെള്ളം ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്ത് കാണില്ല? ഇതിൻ്റെ ബേസ്, ഇതിൻ്റെ അധിഷ്ഠാനം എന്താണ് എന്ന് നമുക്ക് വ്യക്തമാകില്ല. അതാണ് ജീവിതത്തിൽ നമ്മൾ ഇതൊന്നല്ല പലതാണ് എന്ന് ഭ്രമിച്ച് വശാകാൻ കാരണം. അതാണ് ഗുരു പറയുന്നത്. മണൽ അളവറ്റു ചൊരിഞ്ഞ വാബിയിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം. അണിയണിയായി അല വീശുക എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മണൽത്തരി വീഴുമ്പോഴും അതെന്തായിട്ട് മാറും? അലകളായിട്ട് മാറും. അങ്ങനെ അലകളായിട്ട് വീശുന്ന വണ്ണം അനൃത പരമ്പര വീശി. അസത്യത്തിൻ്റെ ഒരു പരമ്പരയാണ് നമ്മുടെ ചുറ്റും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ ആരെ കാണുന്നില്ല? അകത്തുള്ള അന്തരാത്മാവിൻ്റെ ഏകതയെ കാണാതെ ഓരോ അലയ്ക്കനുസരിച്ച് നാം അതെന്തായിട്ട് കാണും? ബഹുരൂപിയായിട്ട് കാണും. അപ്പം നമ്മൾ യോഗ ഒക്കെ പഠിക്കുന്നുണ്ട്. യോഗയെ പതഞ്ജലി നിർവഹിച്ചത് എന്താ? ചിത്തവൃത്തി നിരോധ യോഗ. കസർത്ത് കാണിക്കണമെന്ന് മാത്രമല്ല പറഞ്ഞത്. എന്തിനാണ് നമ്മൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്? അതിൻ്റെ ഉപാധികൾ മാത്രമാണ്. ഒരിക്കലും നമ്മൾ ഇങ്ങനെ ആസനം ബന്ധിച്ചിരുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും ഒരിക്കലും യോഗയല്ല. യോഗ എന്ന് പറഞ്ഞാൽ എന്താ? യോഗ എന്ന് പറഞ്ഞ വാക്കിന് എന്താ അർത്ഥം? ചേരലാണ്. എന്തിനോട് ചേരണം? നമ്മുടെ ജീവബോധം ആത്മബോധത്തോട് ചേരണം. ആ ചേരാനായിട്ടുള്ള ഉപാധി എന്താണ്? ചിത്തവൃത്തി നിരോധ യോഗ. ആദ്യത്തെ നിർവചനം അത്. ചിത്തവൃത്തികളെ നമ്മൾ നിരോധിക്കണം. ഈ ചിത്തവൃത്തികളെ നിരോധിക്കാനുള്ള ഉപാധികളാണ് നമ്മൾ ഈ യോഗ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ആസനങ്ങളൊക്കെ. സത്യത്തിൽ അങ്ങനെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പുറത്തേക്ക് മനസ്സ് പോകരുതെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ എത്ര പോകരുതെന്ന് വിചാരിച്ചാലും
മനസ്സെവിടേക്കെങ്കിലുമൊക്കെ ഓടിപ്പോകും. അതുകൊണ്ടാണ് നമ്മുടെ ഓഷോ പറഞ്ഞത്, ഓഷോയിനിക്ക് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നിരോധിക്കലല്ല, ഒരു സാക്ഷിയായിട്ടിരുന്ന് ഒബ്സർവ് ചെയ്യാനാണ്. ബി എൻ ഒബ്സർവർ. എന്ത് ചെയ്യണം? നിങ്ങൾ മാറി ഇരുന്നിട്ട് ഈ കുരങ്ങ് എന്തൊക്കെയാണ് ചെയ്യണമെന്ന് നോക്കിക്കൊണ്ടിരിക്കാനാണ് പറയുന്നത്, അല്ലാതെ അമർത്താൻ പറയുന്നില്ല. പക്ഷെ പതഞ്ജലി, യോഗശാസ്ത്രം എഴുതിയിട്ടുള്ള പതഞ്ജലി പറഞ്ഞിട്ടുള്ളത് ഈ വൃത്തികൾ നിരോധിക്കണം. ഏത് വൃത്തികൾ നിരോധിക്കണം? അണിയണിയായിടുന്ന അലകളെ നിരോധിക്കണം. എങ്ങനെ അണിയണിയായിട്ടുള്ള അലകളെ നിരോധിക്കുക? ഈ വെള്ളത്തിൽ അലകൾ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ നിങ്ങൾ അവിടെ ഇവിടെ പോവല്ലേ, അത് ശബ്ദം വെച്ചോട്ടെ. ഈ വെള്ളത്തിൽ അണിയണിയായി അലയുണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിലേക്ക് ഒന്നും ഇടാതിരിക്കണം. ആ ജലം ശരിക്കും നമുക്കത് ക്ലിയറായിട്ട് വരും. നമ്മുടെ ജീവബോധമാകുന്ന ആ പ്രകൃതിയുടെ ജലം, നേരത്തെ പറഞ്ഞ ജലം അനങ്ങാതിരുന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റുള്ളൂ? അതിൻ്റെ അടിത്തട്ടിനെ കാണാൻ പറ്റുള്ളൂ. എപ്പോഴും ഇങ്ങനെ ഓളം തല്ലിക്കൊണ്ടിരിക്കുന്ന നിറയെ ചളിയുള്ളൊരു വെള്ളത്തിൻ്റെ അടിത്തട്ട് നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ആത്മബോധമായിട്ടുള്ള അടിത്തട്ട് കാണണമെങ്കിൽ ജീവബോധം ചലിക്കാതിരിക്കണം, അതിന് വൃത്തികൾ ഇല്ലാതിരിക്കണം. അങ്ങനെ ചലിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ചിത്തവൃത്തികൾ ഇല്ലാതിരിക്കണമെങ്കിൽ, അണിയണിയായി അല ഉയരാതിരിക്കണമെങ്കിൽ കർമ്മങ്ങളാകുന്ന, അല്ലെങ്കിൽ അതിനെ അനക്കുന്നതായിട്ടുള്ള കർമ്മങ്ങളാകുന്ന മണല് അതിലേക്ക് ഇടാതിരിക്കണം. ഇപ്പോൾ ഒരു വെള്ളത്തിലേക്ക് നമ്മളൊരു കല്ല് വലിച്ചെറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഒരു ഏതാനും സെക്കൻഡ്സെങ്കിലും അതിൻ്റെ ചുറ്റും ഇങ്ങനെ വൃത്തികൾ എന്ന് പറഞ്ഞാൽ അതിന് ചുറ്റും വരുന്ന ഓളങ്ങളുണ്ടാവും. വഴിക്ക് കല്ല് വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്നാലോ ഇതടങ്ങോ? ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ഏത് ആസനം ബന്ധിച്ച് എങ്ങനെ കണ്ണ് വെച്ച് ഏത് മുദ്ര പിടിച്ചിരുന്നാലും അടങ്ങേണ്ടത് എവിടെയാ? ഉള്ളിലാ. അവിടേക്ക് നമ്മൾ ചിന്തയുടെ ഓരോരോ കല്ലെടുത്ത് അല്ലെങ്കിൽ ഓരോരോ മണൽത്തരി അങ്ങോട്ട് ഇടാതിരിക്കണം. അപ്പോൾ ചിത്തവൃത്തികൾ ഇല്ലാതാകും. ചിത്തവൃത്തി നിരോധിക്കുമ്പോൾ നമ്മുടെ ജീവബോധം ആത്മബോധവുമായിട്ട് യോഗം ചെയ്യുന്ന വെച്ചാൽ ചേരും. അപ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? ആത്മബോധത്തെ ഒന്നായിട്ട് കാണാൻ പറ്റും. അതല്ലെങ്കിൽ ഈ അനൃതമായിട്ട്, ഇതൊക്കെ നുണയെന്ന ഗുരു പറയുന്നത് നുണകളാണ്, അസത്യങ്ങളാണ്. ഈ അസത്യങ്ങളാകുന്ന നിരകളൊക്കെ വന്ന് നമ്മളെ ഈ ആത്മബോധത്തെ എന്താക്കിയിട്ട് കാണിച്ചു തരും? പലതായിട്ട് കാണിച്ചു തരുമ്പോൾ അത് നിൻ്റെ ബോധം, ഇത് ഞാൻ, അത് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അവൻ ഇവൻ എന്നറിയുന്നത് ആദിമമായൊരു ആത്മസ്വരൂപമാണ് എന്ന് നമ്മളാരും അറിയാതെ പോകും. അങ്ങനെ അറിയാതെ പോകുന്നതിൻ്റെ കാരണമാണ് ഗുരു പറയുന്നത്, മണലളവറ്റു ചൊരിഞ്ഞ വാപിയിന്മേൽ അണിയണിയായി അല വീശിടുന്ന വണ്ണം അനൃത പരമ്പര വീശി അന്തരാത്മാവിനെ അകമേ ബഹുരൂപം ആക്കിടുന്നു. അടുത്ത് പരമൊരു വിണ്ണ് പരന്ന ശക്തി കാറ്റാം അറിവനലൻ ജലമക്ഷമിന്ദ്രിയാർത്ഥം ധരണി ഇതിങ്ങനെ അഞ്ചു തത്വമായി നിന്നെരിയും ഇതിൻ്റെ രഹസ്യം ഏകമാകും. ഇനി ഗുരു തന്നെ ഈ ആശയം തന്നെ നമ്മുടെ ഇങ്ങനെ എന്താ പറയുക, അരക്കിട്ട് ഉറപ്പിക്കുക എന്ന് പറയില്ലേ, അതിന് വേണ്ടിയിട്ട് ഗുരു വീണ്ടും പറയാണ്, നിങ്ങൾ കാണുന്നതായ ഈ ആകാശം, അതുപോലെ തന്നെ കാറ്റ്, അഗ്നി, ജലം, ഭൂമി, ഇങ്ങനെയാണല്ലോ നിങ്ങൾ കാണുന്നത്. നിങ്ങളെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് 5 ഭൂതങ്ങളായിട്ടാണ്. ഈ 5 ഭൂതങ്ങളായിട്ട് കാണുന്നതും സത്യത്തിൽ ഇല്ലാത്തതാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞു ധര മുതലായവ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. അതിന് വിശദമാക്കുകയാണ്. പരമൊരു വിണ്ണ്, പരം എന്ന് പറയുന്നത്, അതായത് പരാശക്തി എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത്, അഥവാ ബ്രഹ്മം എന്ന് പറയുന്നത്, അറിവെന്ന് പറയുന്നത് എന്താണ്? വിണ്ണാണ്, ആകാശമാണ്. പരന്ന ശക്തി കാറ്റ്, പരന്ന് കിടക്കുന്ന ആ ശക്തി എന്ന് പറഞ്ഞാൽ എന്താ?
അറിവിനെ മറച്ചു വയ്ക്കുന്ന ശക്തിയാണ് ഏത്? വായു, കാറ്റ്. അറിവ് അനലൻ, അതായത് നമ്മളത് അറിയാനായിട്ടുണ്ടാകുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ആത്മബോധമാണ് അഗ്നി. ജലം അക്ഷം. ജലം എന്ന് പറയുന്നത് അക്ഷം എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയം. ഇനി ഇന്ദ്രിയാർത്ഥം ധരണി. ശരിക്കും അക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മനസ്സ് എന്നർത്ഥം പറയേണ്ടി വരും. കാരണം അക്ഷം എന്നതിന് ശരിക്കും വാഗർത്ഥം ഇന്ദ്രിയം എന്നാണ്. പക്ഷേ ഇവിടെ ഇന്ദ്രിയത്തിൻ്റെ ഏറ്റവും ബാഹ്യതലമാണ് ഏത്? പുറത്തേക്ക് പോകുന്ന മനസ്സ്. ആ മനസ്സ് ഇന്ദ്രിയാർത്ഥം ധരണി. ആ മനസ്സിന് പുറത്തേക്ക് പോകാനുള്ള ഉപാധിയാകുന്നത് ഏതാ? ഇന്ദ്രിയം. ആ ഇന്ദ്രിയമാണ് ഭൂമി. ഇങ്ങനെ 5 തത്വമായിട്ട് നിന്ന് എരിയുന്ന ഇതിൻ്റെ രഹസ്യം സത്യത്തിൽ ഒന്നാകും. ഇത് കൂടുതൽ വിശദീകരിക്കേണ്ട. 5 എണ്ണമായിട്ട് നമ്മളിതിനെ കാണുന്നു. പരമൊരു വിണ്ണ്, പരമാത്മാശക്തി ആകാശമാണ്. അതിൽ പരന്ന ശക്തി കാറ്റാണ്. അറിവ് അഗ്നിയാണ്. ജലം മനസ്സാണ്. ഇന്ദ്രിയങ്ങൾ ഭൂമിയാണ് എന്ന് 5ആയിട്ട് കാണുന്നത് അത്രയും. അതായത് ഈ കാണുന്ന പ്രപഞ്ചം തന്നെയാണ് ആര്? നമ്മൾ ഓരോരുത്തരും. അതിൽ നിന്ന് ഒരു ഭേദവുമില്ല. എരിയും ഇതിൻ്റെ രഹസ്യം ഒന്ന് തന്നെ. പലതായിട്ടാണ് ഇതൊക്കെ നിന്ന് എരിയുന്നത്. ആകാശം വേറെ കാണുന്നു, വായു വേറെ കാണുന്നു, ജലം വേറെ കാണുന്നു, അഗ്നി വേറെ കാണുന്നു, ഭൂമി വേറെ കാണുന്നു. 5ആയിട്ടാണ് ഇത് എരിയുന്നതെങ്കിലും സത്യത്തിൽ ഇതിൻ്റെയൊക്കെ രഹസ്യം ഒന്ന് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനിയുള്ളത് 2ഉം 78 79 വളരെ ഗുരുതരമായതാണ്. അജാതവാദം എന്ന് പറയും. അതിപ്പോൾ ഒന്ന് നമുക്കെടുത്താൽ വലിയ കഷ്ടമാവുമെന്ന് വിചാരിക്കുക. ഞാനിന്ന് 9 എണ്ണം തീർക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ അതിലേക്ക് എത്തില്ല. എന്താ വേണ്ടേ? 9 ആകാറായി. ചുരുങ്ങിയത് ഒരു അരമണിക്കൂറെങ്കിലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് പിന്നെ ഭക്ഷണം കഴിഞ്ഞ് പോകുമ്പോൾ അതിലും കഷ്ടമാവും. ശരിക്കും ആത്മോഷത എടുക്കണമെങ്കിൽ 100 ദിവസം വേണം. അപ്പോൾ ഒരു ശ്ലോകമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ആസ്വദിച്ച് ഇങ്ങനെ പോവാം. അതടുത്ത ജന്മാവട്ടെ. എന്നെ ബോംബെയിൽ സെറ്റിൽ ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ മാറണ്ടേ, എന്നാലല്ലേ 100 ദിവസമൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, തൽക്കാലം ഇന്ന് നിർത്താം. ഇന്നത്തെ പോലെ അത് രണ്ടും അജാതവാദമാണ്. അജാതവാദം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടായിട്ടുമില്ല, നിൽക്കണമില്ല, മരിക്കണമില്ല എന്നൊക്കെയാണ്. നമുക്ക് തന്നെ ആകെ ഭ്രമത്തിൽ പെട്ടുപോകും. വേണമെങ്കിൽ വേഗം പറഞ്ഞ് വിടാം, അതല്ലെങ്കിൽ നമുക്ക് അടുത്ത 2 ദിവസത്തേക്ക് പറ്റില്ല. അതാണ്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴവും നരസുരരാതിയുമില്ല. വീണ ചൊല്ലുമ്പോഴേ ഞാനിത് വേഗം പറഞ്ഞെടുക്കാം, എന്നിട്ട് വീണ ചൊല്ലട്ടെ, അല്ലെങ്കിൽ ചൊല്ലുമ്പോൾ വീണ്ടും സമയം പോവും. നരസുരരാതിയുമില്ല നാമരൂപം, മരുവിൽ അമർന്ന മരീചി നീര് പോൽ നിൽപ്പൊരു പൊരുളാം, പൊരുളല്ല ഇതോർത്തിടണം. കാരണം ഈ ഇരിക്കുന്നതായിട്ടുള്ള ഗ്ലാസ്സാണ് സത്യമെങ്കിൽ ഇതിലേത് വെള്ളം നിറച്ചാലും ഈ ഗ്ലാസ് അവിടെ ഉണ്ടായിട്ടുമില്ല, പുതിയതായിട്ടുള്ളൊരു ഗ്ലാസ് ഇവിടെ ഉണ്ടായിട്ടില്ല. നമുക്ക് എന്ത് വേണമെങ്കിലും അതിൽ നിറയ്ക്കാം. അതുപോലെ ഇതേത് രൂപത്തിൽ വന്നാലും ഇതെല്ലാം ഒന്നാണ് എന്ന ആ തത്വം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മളാരും ഇവിടെ ജനിച്ചിട്ടുമില്ല, നമ്മളാരും ഇവിടെ നിലനിൽക്കുന്നുമില്ല, നമ്മളാരും ഇവിടെ മറഞ്ഞിട്ടുമില്ല. അതാണ് സത്യം. രമണ മഹർഷിയുടെ സദ്ദർശനത്തിലൊരു തത്വം പറയുന്നുണ്ട്, ദൃക്ക് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ദർശനം എങ്ങനെയാണ് പറ്റുക? അതാണ് സദ്ദർശനം. ദൃക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ചത്തിൽ. പിന്നെ എങ്ങനെയാണ് ദർശനം ഉണ്ടാവുക? ആലോചിച്ച് നോക്കൂ. ദർശനം വേണമെങ്കിൽ എന്ത് വേണം? ദൃക്കിൽ നിന്ന് അന്യമായിട്ട് ഒന്ന് വേണം. ദൃക്കിൽ നിന്ന് അന്യമായിട്ട് ഒന്നുണ്ടെങ്കിലേ അത് ദർശനമാകൂ. സത്യത്തിൽ ഈ പ്രപഞ്ചത്തിൽ എന്ത് മാത്രമേ ഉള്ളൂ? ദൃക്ക് മാത്രമേ ഉള്ളൂ. ദർശനങ്ങൾ ഒന്നുമില്ലാത്തതാണ്. അപ്പം നമ്മുടെ ശരീരം നമ്മളെ സംബന്ധിച്ച് സത്യമാണെങ്കിൽ നമുക്കൊരു കാര്യം ബോധ്യമായി, അതൊരു നീർപ്പോള പോലെ നിലയറ്റതാണ് എന്ന്. ഇത് വെറുതെ വന്ന് ഈ തിരമാലകൾ ഇങ്ങനെ മറഞ്ഞുകൊണ്ടേയിരിക്കും. അഹമഹമെന്ന് അലയുന്ന
ജീവബോധങ്ങൾ ഉരിഞ്ഞെറിയുന്ന ഉടുപ്പ് മാത്രമാണ്, വസ്ത്രം മാത്രമാണ് ശരീരം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും ഉണ്ടാകുന്നുമില്ല, ഒന്നും നിലനിൽക്കുന്നുമില്ല, ഒന്നും മരിക്കുന്നുമില്ല. കാരണം എന്താണ്? ഉണ്ടായി വരുന്നത് തിരമാലകളാണ്, ജീവബോധങ്ങളാകുന്ന തിരമാലകളാണ്. ഈ തിരമാലകൾ നീർപ്പോളകളല്ല. കാരണം അതേ തിരമാലകൾ ഇപ്പോൾ ഒരു തിര വന്നടിച്ചാൽ ആ വെള്ളം കൊണ്ട് ഇല്ലാണ്ടാവുണ്ടോ? ഇല്ല. അത് വീണ്ടും തിരിച്ചിറങ്ങിപ്പോയിട്ട് വേറൊരു തിരയായിട്ട് വരും. ഇതന്നെ ഓർത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തിരമാല ജനിക്കുന്നുമില്ല, തിരമാല ജനിക്കാത്ത ഒന്ന് നിലനിൽക്കില്ല, നിലനിൽക്കാത്ത ഒന്ന് നശിക്കുകയുമില്ല. ഏതുപോലെ നമ്മൾ ഇരുട്ടത്ത് കണ്ട കയറിൻ കഷ്ണത്തിൽ പാമ്പ് വന്നുമില്ല, പാമ്പ് ഉണ്ടായുമില്ല, പാമ്പ് പോയുമില്ല. പാമ്പ് വന്നെന്നും പാമ്പ് അതിൽ നിന്നെന്നും പാമ്പ് നമ്മളെ കൊത്താൻ പോയെന്നും ഒക്കെ ഉണ്ടായത് എന്തായിരുന്നു? അജ്ഞത കൊണ്ടുള്ള ഭ്രമം മാത്രമായിരുന്നു. അപ്പോൾ ശരിക്കുള്ള ജ്ഞാനം ഉണർന്നാൽ മരണവുമില്ല, പുറപ്പുമില്ല. ഭഗവത്ഗീത എടുത്ത് വായിച്ചു വയ്ക്കിയാൽ മതി, ഇഷ്ടം പോലെ അതിൽ ഉദാഹരണങ്ങൾ കാണും. കാരണം ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഒന്നിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ മരണമില്ല. മരണമില്ലാത്തതിന് എന്തില്ല? ജനനമില്ല. ജനിച്ചതൊക്കെ മരിക്കും. അപ്പോൾ മരണമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ജനനമില്ല എന്ന്. ജനനമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? മരണമില്ല എന്ന്. ഇത് രണ്ടുമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിലനിൽപ്പും ഇല്ല എന്ന്. അതാണ് ഗുരു പറയുന്നത്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴ്വും. മരണവുമില്ല, ജനനവുമില്ല, ജീവിതവുമില്ല, നരസുരരാദിയുമില്ല. നമ്മൾ കാണുന്ന നരനെന്നോ സുരനെന്നോ എന്ന് പറയുന്ന യാതൊരു ഭേദവുമില്ല. ഇവിടെ നരനെന്നോ സുരനെന്നോ പറയുന്ന ഭേദമില്ല എന്ന് ഗുരു പറഞ്ഞത് മനുഷ്യരോ പക്ഷിമൃഗാദികളോ എന്താണ് പറയുക, ചരങ്ങളും അചരങ്ങളുമായിട്ട് പലതായിട്ട് കാണുന്ന ഈ സാധനങ്ങളൊന്നും സത്യത്തിൽ ഇല്ലാത്തതാണ്. നരസുരരാദിയും. ദേവനും മനുഷ്യനില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? അതിനിടയ്ക്കുള്ള യാതൊന്നുമില്ല. കാരണം ഇവിടെയുള്ള സൃഷ്ടിജാലങ്ങളിൽ ഏറ്റവും വലിയ ആൾ നരനാണെന്നാണ് വെപ്പ്. അവനും ദേവനും ഇടയ്ക്കുള്ള യാതൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. എല്ലാ നാമരൂപം. ഇതൊക്കെ തന്നെ നമ്മൾ വെറുതെ ഒരേ പേരിടുന്നത് മാത്രമാണ്. സത്യത്തിൽ അതൊന്നും ഇല്ല. ഞാനിപ്പോൾ എനിക്കൊരു പേരുണ്ട്, ഗീതാ സുരാജ്. കുറച്ച് കാലം കഴിഞ്ഞ് ഞാൻ ചത്തുപോയാൽ പിന്നെ ഈ കായുണ്ടോ? ഈ ശരീരമുണ്ടോ? നിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ജീവബോധം കാണാൻ പറ്റും? ഒന്നും കാണാൻ പറ്റില്ല. എന്തുമാത്രം അവശേഷിക്കും? ഒരു നാമരൂപം മാത്രം. നാമം രൂപം അവശേഷിക്കില്ല, നാമം മാത്രം അവശേഷിക്കും. ഇവിടെ ഗുരു പറയുന്നത് ഇതെല്ലാം തന്നെ വിവിധങ്ങളായിട്ട് കാണുന്ന രൂപങ്ങളെ നമ്മളിടുന്ന പേരുകൾ മാത്രമാണ്. അല്ലാതെ അതിൻ്റെ അകത്തെ സത്ത ഒന്നാണ്. ഇപ്പോൾ ഒരേ അരിഷ്ടം ഉണ്ടാക്കി ഒരേ മെഡിസിൻ ഉണ്ടാക്കിയിട്ട് പല വിധത്തിലുള്ള കുഞ്ഞു കുപ്പിയിലും വലിയ കുപ്പിയിലും ഒക്കെ അത് നിറച്ച് വെച്ചിട്ട് അതിന് വിവിധ ലേബൽ ഒട്ടിച്ചാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ്. അപ്പോൾ നമ്മളൊരു കുപ്പിയിലാക്കി, ഇങ്ങനത്തെ ഒരു കുപ്പിയിലാക്കി. ഏത് കുപ്പി? തല പോലെ ഒരു അടപ്പും പിന്നെ രണ്ട് ഇതൊക്കെ ഒരു കുപ്പിയിലാക്കിയിട്ട് അവിടെ എന്ത് ലേബൽ ഒട്ടിച്ചു? മനുഷ്യൻ. വേറെ ഒന്നിനെ 4 കാലുള്ളതിനെ ഒന്ന് മുഖം ഒന്ന് നീളത്തിലാക്കി അതിനൊരു വാലും ഫിറ്റ് ചെയ്തിട്ട് അവിടെ പശു എന്നൊട്ടിച്ചു. വേറൊന്നിനെ അതിനേക്കാൾ വലിയ ഒന്നിനെ ആന എന്നൊട്ടിച്ചു. ഇങ്ങനെ ഓരോന്നിനും നമ്മളിടുന്ന നാമരൂപങ്ങൾ മാത്രമാണ് ഭേദമുള്ളത്. സത്യത്തിൽ ഈ ഏറി വരുന്ന ഓരോ അലയും ഒരേ ജീവബോധം തന്നെയാണ്. അതിനെല്ലാം അധിഷ്ഠാനമായി നിൽക്കുന്നതോ ഒരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ആത്മാവ്. മരണവുമില്ല, പുറപ്പുമില്ല, വാഴും, നരസുരരാദിയുമില്ല, നാമരൂപം. മരുവിൽ അമർന്ന മരീചി നീരുപോൽ. ഒരു മരുഭൂമിയിൽ മരീചി. എന്താ മരീചി എന്ന് പറഞ്ഞാൽ? മരീചിക. നമുക്ക് മരുഭൂമിയിൽ ഒരു തുള്ളി വെള്ളമില്ലാത്ത സ്ഥലമാണ്. പക്ഷെ മരുഭൂമി കൂടെ പോകുമ്പോൾ നമുക്ക് എന്ത് തോന്നും? വെള്ളം കിടക്കണമെന്ന് തോന്നും. എന്താ കാരണം? അവിടെ ചൂട് കൊണ്ട് വായു ഇങ്ങനെ മുകളിലേക്ക് ഉയരുമ്പോൾ ദൂരെ നിന്ന് നോക്കിയാൽ അത് ജലമാണ് എന്ന് തോന്നും. വേണ്ട, ഇനി മരുഭൂമിയിലൊന്നും പോകണ്ട. നല്ല ചുട്ടുപൊള്ളുന്ന ദിവസം റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടില്ലേ? വളരെ ദൂരെ വെള്ളമുള്ളതായിട്ട് നമുക്ക് തോന്നും. അത് അവിടെ വെള്ളമുണ്ടോ? ഇല്ല. നമുക്കറിയാം വെള്ളമില്ല എന്ന്. വെള്ളമില്ല എന്ന് നമുക്ക് അറിവുണ്ടെങ്കിലും നമുക്ക് എന്ത് തോന്നും?
വെള്ളം ഉണ്ട് എന്ന് തോന്നിക്കൊണ്ടേയിരിക്കും. കാരണം അത് ആ ഭ്രമം തുടർന്നു കൊണ്ടേയിരിക്കും. അദ്വൈത ദീപിക എടുത്ത് വായിച്ച് നോക്കുക, ഇതിന് സമാനമായിട്ടുള്ള ആശയം അതിൽ വരും. മരുവിലമർന്ന മരീചി നീര് പോൽ നിൽപ്പ് ഒരു പൊരുളാം. നമ്മളെ സംബന്ധിച്ചത് വീണ്ടും വീണ്ടും അത് പൊരുളായിട്ട് തോന്നും, പക്ഷേ പൊരുളല്ല, അത് ഓർത്തിടണം. അത് വെള്ളമല്ല, ജലം അല്ല, വായു ചൂട് പിടിച്ച് അലയലയായിട്ട് ഉയരുന്നതാണ് എന്ന് നമുക്കറിയാമെങ്കിലും വീണ്ടും നമ്മളേത് കണ്ടുകൊണ്ടിരിക്കും? അത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരുന്നാലും അതെന്തല്ല, അത് സത്യം ആകുന്നില്ല. കാരണം ഒരു നുണ കുറേ പ്രാവശ്യം പറഞ്ഞത് നേരെയാക്കാൻ പറ്റില്ല എന്ന് നാട്ടിൻപുറത്ത് പറയില്ല. ഒരു നുണ തന്നെ ആവർത്തിച്ച് പറഞ്ഞ് അതിനെ നേരെയാക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ വീണ്ടും വീണ്ടും ഈ മരീചിക എന്നുള്ള ഭ്രമം നമുക്കുണ്ടായാലും അതൊരിക്കലും സത്യം ആകുന്നില്ല. മരണവുമില്ല, പുറപ്പുമില്ല, വാഴും നരസുരരാതിയുമില്ല, നാമരൂപം മരുവിലമർന്ന മരീചി നീര് പോൽ നിൽപ്പൊരു പൊരുളാം, പൊരുളല്ല, അതോർത്തിടണം. മരുഭൂമിയിലെ മരീചിക ഏതുപോലെയാണോ പൊരുളായിരിക്കുന്നത്, മരുഭൂമിയിലെ മരീചിക ഏതുപോലെയാണോ പൊരുളായിരിക്കുന്നത്, അതില്ലാത്തതാണ്. അതുപോലുള്ളൊരു പൊരുളാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ എന്ന് ഗുരു നമുക്ക് പറഞ്ഞു തരുന്നു. ഇനിയുള്ളതൊരു എന്താ പറയുക, ഒരു കുവാതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ചർച്ച എന്താണ് പറയുക, വാദിക്കാൻ വേണ്ടി വാദിക്കുന്ന നമ്മുടെ ന്യായം, വൈശേഷികം, അതിൽ വരുന്ന ആ ഒരു തർക്കശാസ്ത്രത്തിൻ്റെ ഒരു 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 പ്രത്യേക പ്രതീതിയാണിത്. അതായത് നമുക്കിത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അല്പം പ്രയാസമുണ്ട്. ജനിസമയം സ്ഥിതിയില്ല, ജന്മി അന്യക്ഷണം അതിൽ ഇരിപ്പത് എപ്രകാരം, ഹനനവും ഇങ്ങനെ തന്നെ ആകയാലേ ജനനവുമില്ല, ഇത് ചിത്പ്രഭാവമെല്ലാം. ജനിസമയം സ്ഥിതിയില്ല, ജനിക്കുന്ന സമയത്ത് നിലനിൽക്കുന്നില്ല, നിലനിൽക്കുമ്പോഴോ ജനിക്കുന്നില്ല, ജനനവും നിലനിൽപ്പില്ലെങ്കിലോ മരണവുമില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ തർക്കശാസ്ത്ര രീതിയിലാണ് നമ്മൾ ചിന്തിക്കണം. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അത് ജനിക്കുന്നത്. ജന്മി എന്ന് വെച്ചാൽ ജനിക്കുന്നത് ജന്മി, അല്ലാതെ നമ്മുടെ ഭൂടമ എന്നുള്ള അർത്ഥത്തിലല്ല. സമയം സ്ഥിതിയില്ല, ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് നിലനിൽക്കുന്നില്ല. ജനിച്ചിങ്ങോട്ട് വന്നിട്ട് വേണ്ടേ നമുക്ക് നിലനിർത്താൻ. ഒരു കുഞ്ഞ് അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നിങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക, ജനനം എന്ന് പറയാം. സത്യത്തിൽ അതുമല്ല ജനനം, പിണ്ടതന്തിൽ നമ്മൾ കണ്ടില്ലേ, ഇവിടെ രൂപം കൊള്ളുന്നതിനാണ് യഥാർത്ഥത്തിൽ ജനനം. അങ്ങനെ ജനിക്കുന്ന സമയം കഴിഞ്ഞാൽ ജനിസമയം സ്ഥിതിയില്ല, ആ ജനിക്കുന്ന മുഹൂർത്തത്തിൽ അത് സ്ഥിതി ചെയ്യുന്നില്ല. ജനിച്ച് കഴിഞ്ഞിട്ടല്ലേ സ്ഥിതി ചെയ്യുന്നത്. ഒത്തിരി പാടാണ് നമുക്ക് അതിൻ്റെ പുറകെ പോകാനായിട്ട്. കാരണം ഇനിയിപ്പോൾ അകത്തുള്ള പ്രക്രിയ തന്നെ നോക്കുക, ഒരു ബീജവും അണ്ടം കൂടി യോജിച്ച് കഴിഞ്ഞാലാണ് ആ യോജിക്കുന്ന നിമിഷം, അതാണ് ജനിക്കുന്നത്. ഇനി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് ജനിക്കുന്ന പക്ഷെ നമുക്ക് പരിചയം പുറത്തേക്ക് ജനിക്കുന്നത്. ഒരു സ്ത്രീ പ്രസവിക്കുന്നു അല്ലെങ്കിൽ ഒരു പശു പ്രസവിക്കുന്നു, അതാകുമ്പോൾ എളുപ്പമുണ്ട്. ആ പശു പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനെ നമ്മൾ എന്ത് പറയാം, ജനിക്കുന്നു എന്ന് പറയാം. ജനിക്കുന്ന സമയത്ത് അത് നിലനിൽക്കുന്നില്ല, ജനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു തർക്കത്തിൻ്റെ രീതിയിൽ കാണണം, അർത്ഥത്തിലേക്ക് പോകരുത്. ജനിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തുവിന് എന്തില്ല, സ്ഥിതിയില്ല. ഇനി പുറത്തേക്ക് വന്നു അത് 4 കാലുമ നിന്നാൽ അപ്പം അത് ജനിക്കുന്നുണ്ടോ? ഒരു കുതർക്കം ഉള്ളിൽ വേണം, എന്നാലേ അത് പിടിയിട്ടുള്ളൂ. ജനിച്ച് പുറത്തേക്ക് വന്ന് പശുക്കുട്ടി 4 കാലുമ നിന്നാൽ അത് ജനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, സ്ഥിതി ചെയ്യുന്നു. ഒന്ന് ജനിക്കുന്ന സമയത്ത് ജനിക്കുന്ന സമയത്ത് സ്ഥിതിയില്ല, സ്ഥിതി ചെയ്യുന്ന സമയത്ത് ജനിക്കുന്നില്ല. ഇപ്പം ഏതാണ്ട് പിടി കിട്ടിയ ജനിക്കുന്ന സമയത്ത് ജനിച്ചുകൊണ്ടിരിക്കുന്നൊരു വസ്തുവിന് എന്തില്ല, സ്ഥിതിയില്ല. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇനി പലഹാരത്തിലേക്ക് കിടന്നാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിക്കുക. നമ്മളൊരു പലഹാരം ഉണ്ടാക്കുകയാണ്. ഈ പലഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മളതിൻ്റെ മാവ് ഇതൊക്കെ കൂടി കുഴച്ചുകൊണ്ടിരിക്കുകയാണ്. കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തില്ല, പലഹാരമില്ല. നമ്മൾ അമ്മയുടെ അടുത്ത് ചോദിക്കില്ല, ആയില്ലേ, ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഉള്ളൂ.
പടയുണ്ടാക്കുകയാണ്. ഇതിൻ്റെ അരിമാവൊക്കെ കുഴച്ച് തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൽ ശർക്കര ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇല കീറാൻ പോയി വന്ന് ഇത് ഇലയിൽ പരത്തി ഈ പീര അതിനകത്ത് വെച്ച് മടക്കി ആവിയിൽ വെക്കുമ്പോഴാണ് അവിടെ ഒരു അട ജനിക്കുന്നത്. ആ പ്രക്രിയ കഴിഞ്ഞാലോ പിന്നെന്തായി? അത് മെറ്റീരിയലായി, അത് അടയായി. അടയായിക്കഴിഞ്ഞാൽ പിന്നെ എന്തില്ല? അട ജനിക്കുന്നില്ല. പിന്നെ അട എന്ത് ചെയ്യുന്നു? സ്ഥിതി ചെയ്യുന്നു. സ്ഥിതി ചെയ്യുമ്പോൾ ജനിക്കുന്നുമില്ല, ജനിക്കുമ്പോൾ സ്ഥിതി ചെയ്യുന്നുമില്ല. ഇത് രണ്ടുമില്ലെങ്കിൽ മരണവും അങ്ങനെ തന്നെ. മരിക്കുന്നുമില്ല. ജന്മി അന്യക്ഷണം അതിലില്ലാതിരിപ്പതെപ്രകാരം. കാരണം ജനിസമയം സ്ഥിതിയില്ല. ജന്മി എന്ന് പറഞ്ഞാൽ ജനിച്ചവൻ. അന്യക്ഷണം ജനിച്ചു കഴിഞ്ഞ് അടുത്ത നിമിഷം അതിലില്ല ഇരിപ്പതെപ്രകാരം. ജനിക്കുന്ന പ്രക്രിയ സ്ഥിതി ചെയ്യുന്ന ഒരു നിമിഷത്തിൽ പോലും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതെങ്ങനെ നമുക്ക് സത്യമായിട്ട് എണ്ണാൻ പറ്റും? ഹനനവും ഇങ്ങനെ, ഹനനം എന്ന് പറഞ്ഞാൽ കൊല്ലൽ, മരണം. ഇവിടെ കൊല്ലലല്ല, മരണം. മരണവും ഇങ്ങനെ തന്നെ ആകയാലേ ജനനവുമില്ല, ഇത് ചിത്പ്രഭാവമെല്ലാം. മരിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? മരിക്കുന്നില്ലെങ്കിൽ ജനിക്കാത്ത ഒന്ന് സ്ഥിതി ചെയ്തിട്ടില്ല, സ്ഥിതി ചെയ്യാത്ത ഒന്ന് മരിക്കുന്നില്ല. അപ്പോൾ ഇത് മൂന്നും സംഭവിക്കുന്നില്ല. ഇതിങ്ങനെ ജീവബോധത്തിൻ്റെ തിരമാലകൾ വന്ന് ഉയർന്ന് അമരുന്ന പോലെ, നമ്മൾ തുണി ഊരിയിടുന്ന പോലെ മാത്രമാണ് ഓരോ ശരീരങ്ങൾ ഈ രൂപത്തിലെത്തുന്നത്. അതുകൊണ്ട് ഇല്ലാത്ത ഒന്നിനെക്കുറിച്ച് നമ്മൾ ആവശ്യത്തിലധികം ഭ്രമിക്കേണ്ട. അതിനൊരു തർക്കശാസ്ത്ര രൂപത്തിലാണ് ഗുരു 79ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ളത്. സവനമൊഴിഞ്ഞു സമത്വമാർന്നു നിൽപ്പീലവനീലാരും അനാദിലീലയത്രേ അവിരളമാകുമിതാകവേ അറിഞ്ഞാൽ അവനതിരറ്റ സുഖം ഭവിച്ചിടുന്നു. ക്രിയയൊരു കൂറിതവിദ്യ കേവലം ചിന്മയി മറുകൂറ് ഇത് വിദ്യ മായയാലേ നിയതമിതിങ്ങനെ നിൽക്കിലും പിരിഞ്ഞദ്വയ പരഭാവന തുര്യമേകിടുന്നു. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവുമെന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായി ഇതെല്ലാവരും അറിവില അതിഗോപനീയമാകും. പൊടിയൊരു ഭൂവിൽ അസംഖ്യം അപ്പൊടിക്കുൾപ്പെടുമൊരു ഭൂവ് ഇതിനില്ല ഭിന്നഭാവം ജഡമമരുന്നതുപോലെ ചിത്തിലും ചിത്തുടലിലും ഇങ്ങിതിനാൽ ഇതോർക്കിലേകം. പ്രകൃതി ജലം തനുഫേനം ആഴി ആത്മാവ് അഹമഹമിൻ അലയുന്നതൂർമിജാലം